ടേക്ക് ഓവർ ചിൽഡ്രൻ. നമ്മള് ഒരു പാരന്റിന്റെ ഉത്തരവാദിത്വം എന്താ? മക്കളെ ഹാപ്പി ആക്കുക, സക്സസ്ഫുൾ ആക്കുക, ഹാപ്പി ആക്കുക. അപ്പൊ ഈ ഹാപ്പി ആക്കാൻ വേണ്ടിയിട്ട് ചില പാരന്റ്സെങ്കിലും ചെയ്യുന്നത്. ഞാൻ 2 സ്റ്റൈൽ പാരന്റിംഗ് ആണ്, 2 സ്റ്റൈൽ ഓഫ് പാരന്റിംഗ് ആണ് പറഞ്ഞത്. അതിലൊന്ന് കാർട്ടൂൺ സ്റ്റൈൽ പാരന്റിംഗ്. രണ്ടാമത്തെ സ്റ്റൈൽ പറയണോ? ചില പാരന്റ്സ് എന്താ ചെയ്യുന്നത് എന്ന് വെച്ചാൽ മക്കളൊരു ഷെല്ലിനുള്ളിലാക്കി വെക്കുന്ന പോലെ ചെയ്യും. മക്കൾക്ക് ഒരു ബുദ്ധിമുട്ടും അറിയാതിരിക്കാൻ, മക്കൾക്ക് ഒരു കഷ്ടപ്പാടും അറിയാതെ എല്ലാ കഷ്ടപ്പാടും സ്വയം ഏറ്റെടുത്ത് മക്കളൊരു ഷെല്ലിനുള്ളിലാക്കി വെക്കും. അതല്ല ടോട്ടൽ പാരന്റിംഗ് ചെയ്യും. ഒരു കഷ്ടപ്പാടും മക്കൾക്ക് അറിയാതിരിക്കാൻ ഒരു ഷെല്ലിനുള്ളിലാക്കി. അതിനൊരു ന്യായം കേട്ടോ. ഞാൻ ഉള്ളോടത്തോളം എന്റെ കുട്ടിക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാകും. എന്റെ കുട്ടീന്റെ ഹോംവർക്ക് വരെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ഈ റിസോഴ്സിന്റെ പ്രോഗ്രാമിന്റെ ഭാഗമായിട്ട് നമ്മൾ കുട്ടികളുടെ നോട്ട്ബുക്ക് അനലൈസ് ചെയ്തു. കുട്ടികളുടെ ഒരു ലേണിംഗ് എബിലിറ്റി ഒക്കെ നോക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ നോട്ട്ബുക്കിൽ 2 ഹാൻഡ് റൈറ്റിംഗ്. ഒന്ന് ഈ അമ്മ വളച്ചെഴുതാനൊക്കെ നോക്കും, കുട്ടീനെ പോലെ ഒന്ന് വരച്ചു വെക്കാനൊക്കെ നോക്കും. പക്ഷെ എനിക്ക് ഈ ഒറിജിനൽ ചാടി പോകും. ആയിരിക്കാം ഞാൻ പറഞ്ഞ എത്രയൊക്കെ മറച്ചു വെച്ചാൽ ഇടയ്ക്ക് കോഴിക്കോടൻ ചാടി വരും എന്ന് പറഞ്ഞ പോലെ ഇടയ്ക്ക് ഈ ഒറിജിനൽ ചാടി കയറി. അങ്ങനെ മക്കളുടെ മുകളിൽ ഒരു ഷെല്ലാക്കി നിർത്തണമെന്നല്ല ഒരു പാരന്റ് ചെയ്യേണ്ടത്. A parent should be just like a walking stick. ഒരു പാരന്റ് ഒരു വാക്കിംഗ് സ്റ്റിക്ക് പോലെ ആയിരിക്കണം. നമ്മൾ എപ്പോഴാണ് വാക്കിംഗ് സ്റ്റിക്ക് ഉപയോഗിക്കുക? നമ്മൾ എപ്പോഴാണ്? പ്രായമാകുമ്പോഴല്ല, അതല്ല അതിന്റെ പ്രായമാവുമ്പോ പോലും എപ്പോഴാണ് നമ്മളത് വരിക? നമുക്കൊരു തളർച്ച വരുന്ന സമയത്ത്, ശരിയാ തെറ്റോ? നമുക്കൊരു തളർച്ച വരുന്ന സമയത്ത് താങ്ങാൻ ഉപയോഗിക്കാനുള്ളതാണ് വാക്കിംഗ് സ്റ്റിക്ക്. തളർച്ച മാറിയാൽ വാക്കിംഗ് സ്റ്റിക്ക് തലയിൽ വെച്ച് കൊടുക്കും. തളർച്ച മാറിയാല് അത് മാറ്റിവെക്കും. ക്ലിയറാണോ ഞാൻ പറയുന്നത്? അതുപോലാണ് ഒരു പാരന്റ്. മക്കൾക്കൊരു ആവശ്യം വരുന്ന സമയത്ത് ഞാൻ ഉണ്ടാകും കൂടെ എന്നൊരു ഉറപ്പ് കൊടുക്കാൻ പറ്റാൻ മതി. മക്കളെ ഹാപ്പിയാവും. മക്കളെ ഹാപ്പിയാക്കാൻ എന്താ ചെയ്യേണ്ടതെന്നല്ലേ നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. എനിക്കൊരു ആവശ്യം വരുന്ന സമയത്ത്, എനിക്കൊരു തളർച്ച വരുന്ന സമയത്ത് താങ്ങായിട്ട് എന്നോടൊപ്പം എന്റെ അച്ഛനും അമ്മയും ഉണ്ടാവും എന്നൊരു വിശ്വാസം മക്കൾക്ക് കൊടുക്കാൻ പറ്റിയാൽ മതി. അല്ലാതെ എല്ലാ കഷ്ടപ്പാടും എല്ലാ ബുദ്ധിമുട്ടും ഏറ്റെടുക്കുന്നു വേണ്ട. മക്കളെ കഷ്ടപ്പെടുത്തേ. ക്ലിയറാണ് ഞാൻ പറയുന്നത്. ഒരിക്കലും ഒരു കുട്ടി, പെൺകുട്ടി, ആ കുട്ടിക്ക് ഒരു 14-15 വയസ്സായപ്പോ ആ കുട്ടിക്ക് പെട്ടെന്നൊരു തോന്നലാണ്, ഞാൻ വലിയ ആളായി. കുട്ടിക്ക് പെട്ടെന്ന് തോന്നാം, ഞാൻ മുതിർന്നു, വലിയ ആളായി. അപ്പം പക്ഷെ അച്ഛനും അമ്മയ്ക്ക് അത് തോന്നൂല. മക്കൾ വലുതായത്, പ്രത്യേകിച്ച് അമ്മമാർക്ക് മക്കൾ വലുതായിട്ട് കാണുകയില്ല. നീ എത്രയൊക്കെ വലുതായാലും എന്റെ കണ്ണിൽ, നീ എത്രയൊക്കെ വലുതായാലും എന്റെ കണ്ണിൽ. അതത്ര നല്ല കാര്യമൊന്നുമല്ല. നമ്മുടെ മക്കൾ വളരുന്നത് നമ്മുടെ കണ്ണിൽ പെടാത്തത് അത്ര നല്ല കാര്യമൊന്നും. നമ്മുടെ മക്കൾ വളരുന്നത് നമ്മൾ അറിഞ്ഞേ പറ്റും. നമ്മുടെ മക്കളുടെ സമപ്രായക്കാരായ മക്കൾ ഇൻവോൾവ് ആയിട്ടുള്ള പല ക്രിമിനൽ ആക്ടിവിറ്റിയെ പറ്റിയും അറിയുമ്പോൾ വായിക്കുമ്പോൾ ഒരു തിരിച്ചറിവ് നമുക്കുണ്ടാവുന്നത് നല്ലതാണ്. നമ്മുടെ മക്കളുടെ സമപ്രായക്കാരായ മക്കൾ അതിൽ ഇടപെടുന്നുണ്ടെങ്കിൽ, അതിൽ ഉൾപ്പെടുന്നുണ്ടെങ്കിൽ, നമ്മുടെ മക്കളിൽ ഒരു സാധ്യത ഉണ്ട് എന്നൊരു തിരിച്ചറിവുണ്ടാവുന്നത് നല്ലതാണ്. ഉണ്ടാവരുതേ എന്ന പ്രാർത്ഥനയോടുകൂടി തന്നെയാണ് പറയുന്നത്. ഉണ്ടാവാൻ ഒരു സാധ്യത ഉണ്ട്, തിരിച്ചറിവില്ല. പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഹാർട്ട് അറ്റാക്ക് അയൽവാസിക്ക് മാത്രമേ വരൂ. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഹാർട്ട് അറ്റാക്ക് അയൽവാസിക്ക് മാത്രമേ വരൂ. നമ്മുടെ അതേ പ്രായമുള്ള, നമ്മുടെ അതേ ഫിസിക്കുള്ള അയൽവാസിക്ക് ഹാർട്ട് അറ്റാക്ക് വരുമ്പോഴും നമ്മൾ പറയും അത് അവിടെയല്ലേ, ഞാൻ ഭയങ്കര ഹെൽത്തിയല്ലേ എന്ന്. ഹാർട്ട് അറ്റാക്ക് വരാൻ വേണ്ടി കാത്തു നിൽക്കണ്ട. ഹാർട്ട് അറ്റാക്ക് വരാതിരിക്കാനുള്ള പ്രിക്കോഷൻസ് എടുക്കുന്നത് നല്ലത്. ക്ലിയറാണോ? ഇവിടെ ഞാൻ ഹാർട്ട് അറ്റാക്കിനെ പറ്റി അല്ല പറഞ്ഞത്. ക്ലിയറാണോ? കണക്ട് ആവുന്നുണ്ടോ? നമ്മുടെ മക്കളുടെ സ്വഭാവത്തിൽ എന്തെങ്കിലും വ്യത്യാസം വരുന്നുണ്ടോ എന്നത് ഒബ്സർവ് കണ്ണുകൾ തോന്നുന്നുണ്ട്. നമ്മുടെ മക്കളുടെ പെരുമാറ്റത്തിൽ എന്തെങ്കിലും വ്യത്യാസം വരുന്നുണ്ടെങ്കിൽ, നന്നായിട്ട് സംസാരിക്കുന്ന മക്കള് ഒരു ദിവസം പെട്ടെന്ന് മൗനത്തിന്റെ ആത്മീയത്തിലേക്ക് പോകുന്നുണ്ടെങ്കിൽ തിരിച്ചറിയണം. അവര് വല്ലാതെ വാതിലടച്ച് ഒറ്റയ്ക്കിരിക്കുന്ന ഒരു പുതിയ സ്വഭാവം അവരിലേക്ക് കയറി വരുന്നുണ്ടെങ്കിൽ തിരിച്ചറിയുന്നത് നല്ലതാണ്.
ബാത്റൂമിൽ പതിവിൽ കവിഞ്ഞ സമയം അവര് ബാത്റൂമിൽ ചെലവാക്കുന്നുണ്ടെങ്കിൽ തിരിച്ചറിയുന്നത് നല്ലതാണ്. കണ്ണുകൾ തുറന്നു വെച്ചു. Enhance your observation skill. കണ്ണുകൾ തുറന്നു വെച്ചു. ഒഴികളൊക്കെ കവിതയിൽ കടമനിട്ട് പറയുന്ന പോലെ കണ്ണുവേണം ഇരുപുറം എപ്പോഴും, കണ്ണുവേണം മുകളിലും താഴെയും, കണ്ണിനുള്ളിൽ കത്തിച്ചൊലിക്കും അകക്കണ്ണ് വേണം, അണയാത്ത കണ്ണുകൾ തുറന്നു വെക്കുക എന്നുള്ളതാണ് നമ്മുടെ മക്കളുടെ പേര്. അത് നമ്മുടെ ടോപ്പിക് അല്ല, പറഞ്ഞു വന്നപ്പോ അതിലേക്കൊന്ന് കയറി ബാക്ക് ടു സ്റ്റോറി. അപ്പൊ ഈ കുട്ടിക്ക് തോന്നി ഞാനൊരു വലിയ ആളായി, ഞാൻ മുതിർന്നു എന്ന് തോന്നി. അപ്പൊ ഈ കുട്ടി സാധാരണ മിക്സം വെക്കേഷന്റെ സമയത്ത് അവിടെ അമ്മേന്റെ വീട്ടിലേക്ക് പോകും, അമ്മാത്തേക്ക് പോകും. അത് കുറെ ദൂരെയാണ്, ട്രെയിനിലൊക്കെ പോയിട്ട് പിന്നെ കുറച്ച് ദൂരം പോകണം. അപ്പൊ സാധാരണ വീട്ടിൽ നിന്ന് അച്ഛനും അമ്മയോ അല്ലെങ്കിൽ ഗ്രാൻഡ് പാരന്റ്സോ ആരെങ്കിലും പോയിട്ട് ഈ അമ്മേന്റെ വീട്ടിലാക്കി കൊടുക്കാറാണ് പതിവ്. അപ്പൊ ഈ കുട്ടിക്ക് ഈ പ്രാവശ്യത്തെ ഒരു ആവശ്യമില്ല. ഈ പ്രാവശ്യം ഞാൻ ഒറ്റയ്ക്ക് പോകും, ഞാൻ വലിയ ആളാണ്, എനിക്കതിന് ആരും കൂടെ വിടുന്നു വേണ്ട, ഞാൻ വലിയ ആളാണ്. അപ്പൊ സ്വാഭാവികമായി ആദ്യം അമ്മേന്റെ അടുത്ത് ചെന്ന് ചോദിച്ചു, അമ്മ ഞാൻ പ്രാവശ്യം ഒറ്റയ്ക്കാണ് പോവുക, അമ്മേന്റെ വീട്ടിലേക്ക് പോകുമ്പോൾ ആരും വേണ്ട, ഞാൻ ഒറ്റയ്ക്ക് പോകും. സ്വാഭാവികമായിട്ടും അമ്മ സമ്മതിച്ചില്ല. അമ്മ പറഞ്ഞു ആ കളി ഇവിടെ നടക്കൂല പോലെ, ആ പെരുപ്പ് മാറ്റി വെച്ചേക്ക്, അത് ഇവിടെ നടക്കൂല, അത് വരുന്നുണ്ടെങ്കിൽ നീ പോകുന്നുണ്ടെങ്കിൽ ഒന്നുകിൽ ഞാൻ വരും, അച്ഛൻ വരും, അല്ലെങ്കിൽ ഇവിടുന്ന് ഗ്രാൻഡ് പാരന്റ്സ് ആരെങ്കിലും വരും, അല്ലാതെ നിങ്ങൾ ഒറ്റയ്ക്ക് വിടൊന്നുമില്ല. സ്വാഭാവികമായിട്ടും അടുത്തൊരു അപ്പീലിംഗ് അതോറിറ്റി ആരാണ്? അമ്മ സമ്മതിച്ചിട്ട് അടുത്തൊരു അപ്പീലിംഗ് അതോറിറ്റി ആരാണ്? ഈ സത്യമായിട്ടും നമ്മളങ്ങനെ ഒരു അപ്പീലിംഗ് അതോറിറ്റി ഒന്നല്ല. ഇവർ പറഞ്ഞ് നമ്മളൊരു ഭീകരന്മാരാക്കി വെച്ചിട്ടുണ്ട്. അച്ഛനെന്നും കേട്ട് മാറ്റേ നമ്മൾ പാവങ്ങള്. ഇതൊന്നും ഇവരിത് പറഞ്ഞിട്ട് നമ്മളൊരു ഭീകരനാക്കി വെച്ചിട്ടുണ്ടോ? അച്ഛൻ നിങ്ങളുടെ വരട്ടെ. ഞാൻ പറയും അച്ഛന്മാര് പൊതുവെ പാവങ്ങളാണ്, പക്ഷെ ഇവർ പറഞ്ഞൊരു ഭീകരന്മാരാക്കി വെച്ചിട്ടുണ്ടോ? ഇത് ഇവരുടെ സ്ഥിര സ്വഭാവം. അങ്ങനെ അച്ഛൻ വന്നു, അച്ഛൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, അച്ഛൻ അറിയാലോ ഞാൻ വലിയ ആളായിരുന്നു, എനിക്ക് ഈ പ്രാവശ്യം അമ്മ അത് നോക്കും, ഞാൻ ഒറ്റ. പക്ഷെ അമ്മേനെ എഴുതി ചോദിച്ചിട്ട് അമ്മ എത്രയിട്ട് സമ്മതിക്കുന്നില്ല, അച്ഛനെങ്കിലും സമ്മതിക്കുന്നു. അച്ഛൻ ചോദിച്ചു, മോള് നിനക്ക് ഒറ്റയ്ക്ക് പോവാന്നുള്ള ധൈര്യം ചോദിച്ചു. പിന്നെന്താ എനിക്ക് എന്താ പോകുന്നത്? ഇവിടുന്ന് ട്രെയിനിൽ കയറണം, അത് കഴിഞ്ഞ് അവിടുന്ന് ഓട്ടോ വിളിച്ചു, അത്രയും ഞാൻ ഒറ്റയ്ക്ക് വിളിക്കുക, അത്ര പ്രാവശ്യം പോയതാണ്. നമ്മൾ വിളിക്കും. അച്ഛൻ പറഞ്ഞ എന്താ മോള് പോയിക്കോ, മോക്ക് സ്വർഗം കിട്ടിയ സന്തോഷം. ആദ്യമായിട്ടാണ് ഞാൻ മുതിർന്നു എന്ന് സ്വന്തം വീട്ടിൽ നിന്ന് ഒരു റെക്കഗ്നിഷൻ, ഒരു അംഗീകാരം കിട്ടുന്നത്. കുട്ടിക്ക് സ്വർഗം കിട്ടിയ സന്തോഷം. അതേ സന്തോഷത്തോടു കൂടി തന്നെ കുട്ടി പോയി കിടന്നുറങ്ങി. പിറ്റേ ദിവസം അതിരാവിലെ എഴുന്നേറ്റ് ആദ്യത്തെ ട്രെയിനിന് പോകണം. അതിരാവിലെ എഴുന്നേറ്റ് കുളിച്ച് പുറപ്പെട്ട് ബാഗൊക്കെ പാക്ക് ചെയ്തിട്ട് ഇറങ്ങുകയാണ്. ഇറങ്ങുന്ന സമയത്ത് എല്ലാവരും യാത്രയൊക്കെ പറഞ്ഞിറങ്ങുന്ന സമയത്ത് ഈ അച്ഛൻ്റെ അടുത്ത് മോളെ വിളിച്ചിട്ട് മോളെ കയ്യിൽ ഒരു കവർ കൊടുത്തിട്ട് പറഞ്ഞു, മോളെ നിനക്ക് എപ്പോഴെങ്കിലും വല്ലാതെ പേടി തോന്നുകയാണ്, നിനക്ക് എപ്പോഴെങ്കിലും വല്ലാതെ പേടി തോന്നുന്നുണ്ടെങ്കിൽ മാത്രം മോൾ ഈ കത്തൊന്നും ഈ കവറൊന്നും തുറക്കണം, ഇല്ലെങ്കിൽ ഇതിനെ പറ്റി മറന്നു. ഈ കുട്ടി അതേ സന്തോഷത്തോടു കൂടി തന്നെ ഈ കവർ വാങ്ങി ബാഗിൽ വെച്ചു. ബാഗ് എടുത്തിട്ട് ഈ കുട്ടി റെയിൽവേ സ്റ്റേഷനിലേക്ക് പോയി. നിറഞ്ഞ ആളുകളിൽ നിന്നൊരു കമ്പാർട്ട്മെന്റിലാണ് ഈ കുട്ടി കയറിയത്. പക്ഷെ ട്രെയിൻ ഇങ്ങനെ പോകെ ആ കമ്പാർട്ട്മെന്റിൽ നിന്ന് ആളുകൾ ഇങ്ങനെ കുറഞ്ഞു വരാൻ തുടങ്ങി. ഒരു സ്റ്റേഷനിലെത്തിയപ്പോൾ ആ കമ്പാർട്ട്മെന്റിൽ നിന്ന് ഓൾമോസ്റ്റ് എല്ലാ ആളുകളും ഇറങ്ങി. രണ്ടേ ആളുകൾ മാത്രം, ഒന്നീ കുട്ടി വേറൊരാൾ. ആ ആളെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ സിനിമയിലൊക്കെ കാണുന്ന ഒരു റൗഡിയുടെ, ഒരു ഗുണ്ടയുടെ എല്ലാ അളവുകളും ഒത്തിണങ്ങിയ ഒരാൾ. മൊട്ടത്തല, കുറ്റിത്തമി, കൊമ്പൻ മീശ, ചുവന്ന കണ്ണുകൾ എല്ലാം തെളിഞ്ഞ ഒരാൾ. ഒറ്റ നോട്ടത്തിൽ കണ്ടാൽ തന്നെ അറിയാം ആൾ നല്ല ഡ്രങ്കഡാണ്, നന്നായിട്ട് മദ്യപിച്ചിട്ടുണ്ടെന്ന്. ഈ കുട്ടി നോക്കുമ്പോൾ തന്നെ തുറിച്ചു നോക്കുന്ന ഈ കുണ്ടേനെയാണ് കാണുന്നത്. അപ്പൊ അതുവരെ സംഭരിച്ചു വെച്ച എല്ലാ ധൈര്യവും ചോർന്നു പോകുന്നത് കുട്ടി ഫീൽ ചെയ്യാൻ തുടങ്ങി. വിറയ്ക്കാൻ തുടങ്ങി, കുട്ടി വിയർക്കാൻ തുടങ്ങി, കണ്ണുകളൊക്കെ ബ്ലറാവാൻ തുടങ്ങി, കണ്ണിലൊക്കെ ഇരുട്ട് കയറുന്ന പോലെ. ബോധം കിട്ടി വീഴുമെന്നുള്ള ആ ഒരു സംശയത്തിൽ നിൽക്കുന്ന സമയത്താണ് ഈ കുട്ടിക്ക് പെട്ടെന്ന് അച്ഛൻ പറഞ്ഞ ആ ഒരു കവറിന്റെ കാര്യം ഓർമ്മ വരും. ബാഗ് തുറന്ന് ഈ കവർ എടുത്ത കവർ പൊട്ടിച്ചപ്പോ ആ കവറിനുള്ളത് ഒരു കത്താണ്. അതിന് പക്ഷേ ഒരൊറ്റ സെന്റൻസ് മാത്രമേ ഉള്ളൂ, നമുക്ക് വല്ലാണ്ട് പേടി തോന്നുന്നുണ്ടല്ലേ. പേടിക്കണ്ട കേട്ടോ, അച്ഛൻ തൊട്ടടുത്ത കമ്പാർട്ട്മെന്റിലുണ്ട്. ഇതുപോലെ സ്നേഹത്തിന്റെ തണലായിട്ട് നമ്മൾ കൂടെ ഉണ്ടാവും എന്നൊരു വിശ്വാസം നമ്മുടെ മക്കൾക്ക് കൊടുക്കാൻ പറ്റിയാൽ മതി. അത് കൊടുക്കുക എന്നതാ, ആ ഒരു വിശ്വാസം കൊടുക്കുക എന്നതാ ഒരു അച്ഛൻ എന്നുള്ള രീതിയിൽ, ഒരു അമ്മ എന്നുള്ള രീതിയിൽ, ഒരു പാരന്റ് എന്ന ഉത്തരവാദിത്വം മാത്രം. ക്ലിയർ ആണോ ഞാൻ പറഞ്ഞത്? സോ ഒന്നാമത്തെ സ്റ്റൈൽ ഏതായിരുന്നു നമ്മൾ പറഞ്ഞത്? ഒന്നാമത്തെ സ്റ്റൈൽ ഏതാ? നമ്മൾ രണ്ട് സ്റ്റൈൽ ഓഫ് പാരന്റിംഗ് പറഞ്ഞു. ഒന്നാമത്തെ സ്റ്റൈൽ ഏതായിരുന്നു? കാർപ്പൻ്റർ സ്റ്റൈൽ പാരന്റിംഗ്.
ഫൈനൽ പ്രൊഡക്റ്റ് എന്താണ് എന്ന് തീരുമാനിച്ച് നേരത്തെ നിങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പർപ്പസ് ഓഫ് പാരന്റിംഗ് എന്താണെന്ന് ചോദിച്ചപ്പോൾ എന്താ പറഞ്ഞത്? ഭാവി തലമുറയെ ഈ വാർത്തകൾ എന്ന് പറഞ്ഞാൽ എന്താ? ഓൾറെഡി ഒരു മോൾഡ് അവിടെ ഉണ്ട് അല്ലേ? ഒരു അച്ഛ ഓൾറെഡി അവിടെ വെച്ചിട്ടുണ്ട്. ആ അച്ഛനേക്ക് നമ്മൾ മക്കളെ കറക്റ്റ് ആക്കി വെക്കുക. ക്ലിയർ ആണോ? കാർപ്പൻ്റർ സ്റ്റൈൽ പാരന്റിംഗ് ആണത്. രണ്ടാമത്തെ സ്റ്റൈൽ ഗാർഡനർ സ്റ്റൈൽ പാരന്റിംഗ് ആണ്. ഗാർഡനർ സ്റ്റൈൽ പാരന്റിംഗ്. ഗാർഡനർ എന്ന് പറഞ്ഞാല് തോട്ടക്കാരൻ, കൃഷിക്കാരൻ. തോട്ടക്കാരന്റെ ഡ്യൂട്ടി എന്താ? തോട്ടക്കാരന്റെ ഡ്യൂട്ടി എന്താ? ചെടി ചെടിയെ പരിപാലിക്കുക. നർച്ചറിങ് ആണ് പരിപാലിക്കുക. എന്ന് വെച്ചാല് എന്തൊക്കെയാ ചെയ്യാ? അങ്ങനെ ഒരു സംഭവം ഇവിടെ ഇല്ലേ? തൃശ്ശൂർ മേഖലയിൽ ഗാർഡനർ എന്താ ഒരു ഡ്യൂട്ടി എന്താ? ചെടികളെ വെട്ടി ആവശ്യമുണ്ടെങ്കിൽ മാത്രം അതിൽ നിന്ന് വെട്ടി ഒതുക്കുക. പിന്നെ തടം സെറ്റ് ചെയ്ത് കൊടുക്കുക. വളം ഇട്ട് കൊടുക്കുക. വളം ചെടി അറിഞ്ഞ് വളം ഇട്ട് കൊടുക്കുക. എല്ലാ ചെടിക്കും പറ്റില്ല. പിന്നെ ആവശ്യമുണ്ടെങ്കിൽ മാത്രം വെള്ളം ഒഴിച്ചു കൊടുക്കുക. ആവശ്യമുണ്ടെങ്കിൽ മാത്രം. ഇപ്പോഴൊന്നും വെള്ളം ഒഴിച്ചു കൊടുക്കണ്ട, കാരണം ഇപ്പോൾ ഓൾറെഡി നല്ല മഴ ഉള്ളതാണ്. ചില ചെടിക്ക് ആവശ്യത്തിലധികം വെള്ളം ഒഴിച്ചു കൊടുത്താൽ ചീഞ്ഞു പോകും. ക്ലിയറാണോ? കള പറിക്കുക. വീഡിങ്, കള പറിക്കുക. ആവശ്യമില്ലാത്ത കളകൾ നമ്മുടെ വിളകളെ അറ്റാക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അനാവശ്യമായ കീടങ്ങൾ നമ്മുടെ വിളകളെ അറ്റാക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അതിന്റെ സാഹചര്യം ഒഴിവാക്കല് ഗാർഡനറുടെ ഉത്തരവാദിത്വം. ക്ലിയറാണോ? സൂര്യപ്രകാശം കിട്ടുന്നില്ലെങ്കിൽ, സൂര്യപ്രകാശം ആവശ്യമുള്ള ചെടികൾ, ചിലത് തണലത്ത് മാത്രമേ വളരൂ. അതിന്റെ സ്വഭാവം മനസ്സിലാക്കിയിട്ട് ആവശ്യമുള്ള സൂര്യപ്രകാശം കിട്ടാനുള്ള സാഹചര്യം ഒരുക്കി കൊടുക്കല് വളർത്തലാണ്. തോട്ടക്കാരന്റെ ഡ്യൂട്ടി ചെടികളെ വളർത്തലാണോ? വളരാൻ ചെടിയുടെ ഇഷ്ടത്തിന് വളരുക. വളരാൻ ആവശ്യമായ സാഹചര്യങ്ങൾ ഒരുക്കി കൊടുക്കൽ മാത്രം ഡ്യൂട്ടി. ഒരു ഗാർഡനറുടെ ഡ്യൂട്ടി, ഒരു പാരന്റിന്റെ ഡ്യൂട്ടി വളരാൻ ആവശ്യമായ സാഹചര്യങ്ങൾ ഒരുക്കി കൊടുക്കുക. വളരാൻ ആവശ്യമായ സാഹചര്യങ്ങൾ ഒരുക്കി കൊടുക്കുക എന്നുള്ളതാണ്. വളർത്തലല്ല, വളരാൻ കുട്ടികൾ ശരിയായ മാർഗം എന്താണ് എന്ന് കാണിച്ചു കൊടുക്കുക. നേരത്തെ നിങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, മക്കൾക്ക് ശരിയായ മാർഗം, ശരിയായ വഴി കാണിച്ചു കൊടുക്കുന്ന ഒരു വഴികാട്ടിയാവണം. A parent should be a dishari. വഴികാട്ടിയാവണം. വഴികാട്ടുക എന്ന് പറഞ്ഞാൽ കുട്ടി അർഹിക്കുന്ന വഴി കാണിച്ചു കൊടുക്കുക എന്നുള്ളതാട്ടോ. നിങ്ങളെ വഴി കാണിച്ചു കൊടുക്കുക എന്നുള്ളതല്ല. കുട്ടി അർഹിക്കുന്ന വഴി നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ. കുട്ടിക്ക് SSLCക്ക് ഫുൾ A+ വാങ്ങിയാൽ കുട്ടീനെ കൊണ്ടുപോയിട്ട് നേരെ കൊണ്ടുപോയിട്ട് +1 സയൻസിൽ കൊണ്ടുപോയി ചേർത്തില്ല. കുട്ടിയുടെ ആപ്റ്റിറ്റ്യൂഡ് എന്താണ് എന്ന് തിരിച്ചറിയുക. ആപ്റ്റിറ്റ്യൂഡ്, അഭിരുചി. നമ്മളെ സംബന്ധിച്ചിടത്തോളം മത്സ്യം കഴിവ് കെട്ടവനാണ്. മീൻ കഴിവ് കെട്ടവനാണ്. കാരണം എന്താ? അതിന് മരം കയറാൻ അറിയില്ല. അതിന്റെ നീന്താനുള്ള കഴിവ് നമ്മുടെ കണ്ണിൽ പെടുന്നേയില്ല. നമ്മൾ പ്രതീക്ഷിക്കുന്നത് മത്സ്യം അത് മരം കയറിയേ പറ്റൂ. അതുകൊണ്ട് അത് കഴിവില്ല. അതിന്റെ കഴിവ് എന്താണെന്ന് തിരിച്ചറിയാവുന്നതാ നമ്മുടെ ഡ്യൂട്ടി. ക്ലിയർ ആണോ ഞാൻ പറയുന്നത്? ക്ലിയർ ആണോ? അത് നമ്മുടെ ഡ്യൂട്ടിയാ, നമ്മൾ ചെയ്യേണ്ട കാര്യമാണ്. ഒരു പാരന്റ് എന്നുള്ള രീതിയിൽ നമ്മുടെ ഉത്തരവാദിത്തം മക്കളെ ഹാപ്പി ആക്കാൻ വേണ്ടിയിട്ടല്ലേ. രണ്ട് സ്റ്റൈലിൽ പാരന്റ്, നമ്മൾ ഏത് സ്റ്റൈലിൽ പാരന്റ് ആണ് എന്നത് തീരുമാനിക്കാം. ഇത് പാരന്റ് എന്നുള്ള രീതിയിൽ നിങ്ങൾ പാരന്റ് ആണെങ്കിലും നിങ്ങൾ ഗ്രാൻഡ് പാരന്റ് ആണെങ്കിലും നിങ്ങൾ അതിൽ ഏതിലാണ് വരുന്നത് എന്നത് ചിന്തിക്കാനുള്ള അവസരമാക്കി ഇന്നത്തെ ദിവസം മാറ്റാൻ പറ്റും. ഞാൻ എന്നിൽ എന്ത് മാറ്റമാണ് മക്കളെ മാറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നു. ഞാൻ എന്ത് മാറ്റമാണ് എന്നിൽ കൊണ്ടുവരേണ്ടത് എന്നതിനെ പറ്റി ചിന്തിക്കാറുള്ളതാണ്. എന്റെ രീതിയിൽ എന്താ മാറ്റാവുന്നത്? നമ്മളെ കണക്കിൽ നമ്മളൊക്കെ ശരിയാണ്. നമ്മൾ ജനിച്ചു വളർന്ന കാലാണ് ഏറ്റവും നല്ലത്. നമ്മൾ ചെയ്ത ശീലങ്ങളാണ് ഏറ്റവും നല്ലത്. നമ്മളെ പോലെ ആക്കാൻ വേണ്ടി ശ്രമിക്കുക. പ്രോബ്ലം എന്താന്ന് പറഞ്ഞാൽ the generation of yesterday, preparing today's generation for tomorrow. ഇന്നത്തെ ജനറേഷനെ ഇന്നലെയുടെ കഴിവുകൾ ഉപയോഗിച്ച് നമ്മൾ നാളത്തെ ജനറേഷനാക്കി നാളത്തേക്ക് വേണ്ടി മാറ്റാൻ ശ്രമിക്കുക. ഇതിനേക്കാൾ വലിയ മണ്ടത്തരമില്ല. ആദ്യം മാറേണ്ടത് നമ്മളാണ്. നമ്മൾ മാറാതെ നമ്മളെ മക്കൾ മാറില്ല. നമ്മളെ കുടുംബത്തിൽ സന്തോഷം വരണമെങ്കിൽ ആദ്യം നമ്മൾ എന്ത് മാറ്റമാണ് കൊണ്ടുവരേണ്ടത് എന്ന് ചിന്തിക്കുക എന്നതാണ്. നമ്മൾ എവിടെയാണ് മാറേണ്ടത് എന്നതിനെ പറ്റി ചിന്തിക്കുക. നമ്മൾ എന്ത് മാറ്റമാണ് കൊണ്ടുവരേണ്ടത്?
നല്ല അച്ഛനും നല്ല അമ്മയും ഉള്ള കുടുംബം ഹാപ്പി ആയിരിക്കും, ഒരു സംശയമില്ല. നല്ല അച്ഛനും നല്ല അമ്മയും, എല്ലാ ഗ്രാൻഡ് പാരന്റും അച്ഛനും അമ്മയാണ്. നല്ല അച്ഛനും നല്ല അമ്മയാണെങ്കിൽ ആ കുടുംബം ഹാപ്പിയാണ്. അതുകൊണ്ടാണ് നമ്മൾ പാരന്റിങ്ങിന് വേണ്ടിയിട്ട് കൂടുതൽ സംസാരിക്കുന്നത് ഒരു കാരണം. ചിലപ്പോഴെങ്കിലും നമ്മുടെ മക്കൾ നമ്മളെ വല്ലാത്ത സർപ്രൈസ് ചെയ്യും. നമ്മുടെ മക്കള് ഞെട്ടിക്കും, നമുക്ക് സർപ്രൈസ് തരും. ഞാനിത് പറയുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഞാൻ കൂടുതലും ബിസിനസ് ട്രെയിനിങ് കണ്ടു. എന്റെ ഒരു ക്ലൈന്റ് ഉണ്ട്, ഒരു നമ്മുടെ മലബാർ ഏരിയയിലുള്ള ഒരു ചെയിൻ ഓഫ് ജ്വല്ലേഴ്സ്, കുറെ ജ്വല്ലേഴ്സ് ഉണ്ട്. അപ്പൊ എന്റെ ക്ലൈന്റ് ആണ്, ഞാനാണ് അവിടെ ട്രെയിനിങ് ഉണ്ട്. അപ്പൊ അവിടെ ഒരു ദിവസം രാത്രി ഒരു 8:45-9 മണിയാവുന്ന സമയത്ത് എന്റെ ഫോണിലേക്ക് ഒരു കോൾ വരും. നമ്മുടെ മലപ്പുറത്ത് ചെമ്മാട് എന്ന് പറഞ്ഞൊരു സ്ഥലം, ചെമ്മാട്. ആ ചെമ്മാടുള്ള സാറിന് നന്നായിട്ട് അറിയുന്ന സ്ഥലം. ചെമ്മാടുള്ള ഞാൻ ഈ പറഞ്ഞ ജ്വല്ലറിയിലെ ഷോറൂം മാനേജർ എന്നെ വിളിക്കും. അപ്പൊ അദ്ദേഹം പലപ്പോഴും എന്നെ വിളിക്കാറുണ്ട്. അവരുടെ സ്റ്റാഫിന്റെ എന്തെങ്കിലും ക്ലാഷോ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പലപ്പോഴും എന്നെ വിളിക്കാറുണ്ട്. അപ്പൊ അതുപോലൊരു കോളാണ് എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ കോൾ എടുക്കുന്നത്. അപ്പൊ കോൾ എടുത്തപ്പോൾ എന്നോട് ആദ്യം ചോദിക്കുന്ന ചോദ്യം, സാറ് കൗൺസിലിംഗ് ചെയ്യൂലേ? അപ്പൊ എല്ലാവരുടെയും ധാരണയാണ് ട്രെയിനേഴ്സ് എല്ലാം കൗൺസിലിംഗ് ചെയ്യുമെന്നാണ്. ഞാൻ കൗൺസിലിംഗ് ചെയ്യാറില്ല, എനിക്കറിയില്ല. അപ്പൊ ഞാൻ പറഞ്ഞു, ഇല്ലല്ലോ ഞാൻ ചെയ്യാറില്ല, എന്താ പറ്റിയത് എന്ന് ചോദിച്ചു. അവനെ തോന്നുന്നു, സാറിന് എന്റെ മോനെ അറിയൂലേ? അപ്പൊ എനിക്ക് എന്തായാലും മകൻ അറിയാം. കാരണം അവിടെ നടന്ന അവരുടെ സ്റ്റാഫിന്റെ ഫാമിലി ഗെറ്റ് ടുഗദറിൽ ഞാനായിരുന്നു സ്പീക്കറായിട്ട് പോയിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഷോറൂമിന്റെ മാനേജർ ആണ് എന്നതുകൊണ്ട് അദ്ദേഹത്തിന്റെ ഫാമിലിനെ ഞാൻ പരിചയപ്പെട്ടിട്ടുണ്ട്. ഒരു മകൻ നല്ല സ്മാർട്ടായിട്ട് ഒരു കുട്ടി. അപ്പൊ ഞാൻ പറഞ്ഞാൽ എനിക്കറിയാം, എനിക്ക് ഓർമ്മ ഉണ്ട്. എന്റെ മോൻ ഇപ്പൊ 10ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. അപ്പൊ ഞാനിന്ന് വൈകുന്നേരം ഷോപ്പൊക്കെ അടച്ച് ഞാൻ വീട്ടിലേക്ക് പോകുമ്പോൾ ഞാൻ കാണുന്നത് അവൻ ലിവിംഗ് റൂമിലെ ടീപ്പോയിന്റെ മേലെ കാലൊക്കെ കയറ്റി വെച്ച് അവൻ മൊബൈലിൽ ഗെയിം കളിക്കുന്നതാണ് ഞാൻ കാണുന്നത്. ഈ ആഴ്ച അവന് പരീക്ഷയാണ്. അപ്പൊ ഇത് കണ്ടപ്പോ സ്വാഭാവികമായിട്ട് എനിക്ക് നല്ല ദേഷ്യം വന്നു. അതേ ദേഷ്യത്തോട് കൂടി തന്നെ ഞാൻ അവന്റെ അടുത്തേക്ക് ചെന്ന് അവന്റെ കയ്യിൽ ആ മൊബൈൽ ഫോൺ ഞാൻ പിടിച്ചു വാങ്ങി. സാറേ, ഇത് ഞാൻ ചെയ്തപ്പോ ഇതുവരെ ഞാൻ കാണാത്ത എന്റെ മകന്റെ മറ്റൊരു മുഖം ഞാൻ കണ്ടത്. അവൻ കണ്ണൊക്കെ തുറിച്ച് കൈയൊക്കെ പരത്തി പല്ല് കടിച്ചുകൊണ്ട് അവൻ എന്റെ മേലെ വന്ന് ഞാൻ അവനിൽ നിന്നും പിടിച്ചെടുത്ത ഫോൺ അവനിൽ എന്റെ അടുത്ത് നിന്ന് തട്ടിപ്പറിച്ചിട്ട് അത് താഴെ നിന്ന് പൊട്ടിച്ചു. മുമ്പിലുണ്ടായിരുന്ന ഗ്ലാസിന്റെ ടീപ്പോയി അവൻ ചവിട്ടി പൊട്ടിച്ചു, അവൻ തവിട് പൊടി. പിന്നീട് അവൻ കൈ പരത്തി എന്റെ അടുത്തേക്ക് വന്നപ്പോൾ, സാറേ സത്യമായിട്ടും ഞാൻ വിചാരിച്ചതാ അവൻ എന്നെ അടിച്ചു എന്നാ വിചാരിച്ചത്. അയാളുടെ അതേ ഭാഷയാണോ ഞാൻ ഉപയോഗിക്കുന്നത്. സത്യമായിട്ടും അവൻ എന്നെ അടിച്ചു എന്ന് തന്നെയാണ് സാറേ ഞാൻ വിചാരിച്ചത്. അല്ല കാത്തതാ സാറേ, അവൻ എന്നെ അടിച്ചിട്ടില്ല. എന്റെ കുട്ടിക്ക് എന്താ പറ്റിയത്? അവന് മാനസികമായിട്ട് എന്തെങ്കിലും പ്രശ്നമുണ്ട്. എന്റെ കുട്ടിക്ക് മാനസികമായിട്ട് എന്തെങ്കിലും പ്രശ്നമുണ്ട്. അവൻ ഹിസ്റ്റീരിക് ആയ പോലെയാണ് എന്റെ മുമ്പിൽ പെരുമാറിയിട്ടുള്ളത്. ഇത്രയും കാലം എന്റെ അടുത്തുനിന്ന് മാറാത്ത, എന്റെ നെടിൽ നിന്നും മാറാത്ത കുട്ടിയാണ് എന്നെ അടിക്കാൻ വേണ്ടി കൈ പരത്തി വന്നത്. എന്റെ കുട്ടിക്ക് എന്താ പറ്റിയത്? ഞാൻ എന്നിട്ട് എനിക്ക് നല്ല പരിചയമുള്ള ഒരു സൈക്കോളജിസ്റ്റിനെ വിളിച്ച് ഞാൻ ഇവർ രണ്ടാളെയും പരിചയപ്പെടുത്തി അപ്പോയിന്റ്മെന്റ് ഒക്കെ വാങ്ങി കൊടുത്തു. അതിനുശേഷം ഇതൊക്കെ കഴിഞ്ഞ് ഭക്ഷണം കഴിച്ചു കുളിച്ച് ഉറങ്ങാൻ കിടന്നപ്പോ എനിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല. എനിക്ക് ഒരു മോനാ, ഇയാളുടെ പോലെ തന്നെ ഒരു മോനാ എനിക്ക്. എന്റെയും എന്റെ ഭാര്യയുടെയും ജീവിതം എന്ന് പറഞ്ഞാൽ എന്റെ മകനെ ചുറ്റി പറ്റിയിട്ടാണ് നമ്മുടെ ജീവിതം. എന്റെ മകനായിരുന്നു എന്നോട് അങ്ങനെ പെരുമാറിയിരുന്നതെങ്കിൽ എന്നത് ആലോചിച്ചിട്ട് എനിക്ക് ഉറങ്ങാൻ പറ്റിയിട്ടില്ല. നമ്മുടെ മക്കള് നമ്മളെ വല്ലാതെ ഞെട്ടിക്കുമ്പോ, നിങ്ങളോടുള്ള ദേഷ്യം തീർക്കാൻ വേണ്ടി നിങ്ങളുടെ മുഖത്തേക്ക് വലിച്ചടയ്ക്കുന്ന വാതിലിന്റെ ശബ്ദം കേട്ട് നിങ്ങൾ ഞെട്ടിപ്പോകും. നിങ്ങളോടുള്ള ദേഷ്യം തീർക്കാൻ വേണ്ടി സോഫയുടെ അല്ലെങ്കിൽ പില്ലോന്റെ കുഷ്യന്റെ മേലെ അവരെ ഇടിക്കുന്ന ഇടിയുടെ ശക്തി കണ്ട് ഞെട്ടിപ്പോകുന്നുണ്ട്. അവർ നിങ്ങളെ വിളിക്കുന്ന ചില വാക്കുകൾ കേട്ട് എന്റെ മകൻ എന്റെ മകളാണോ എന്നോട് ഇങ്ങനെ സംസാരിക്കുന്നത് എന്നത് കേട്ട് നമ്മൾ വല്ലാതെ അത്ഭുതപ്പെട്ടു പോകും. നേരത്തെ പറഞ്ഞല്ലേ, നമ്മുടെ മക്കളുടെ മാനസികാവസ്ഥയിൽ എന്തൊക്കെയോ മാറ്റങ്ങളുണ്ട്. അത് നമ്മൾ തിരിച്ചറിയാവുന്നതാ. പണ്ട് നിന്റെ ഒന്നും ആവശ്യം കേട്ടോ. പണ്ടെന്താന്ന് വെച്ചാൽ പണ്ട് കൂട്ടുകുടുംബത്തിലാണുള്ളത്. പരസ്പരം സംസാരിക്കാനും ഇടപെടാനും നോക്കാനും കാണാനും ഒരുപാട് സാധ്യതകൾ ഉണ്ടായിരുന്നു. ഇന്ന് അതൊന്നുമില്ല. എന്റെ വീട്ടിലും ഞങ്ങൾ 3 മെമ്പർ ഫാമിലിയാ. ഞാൻ, വൈഫ്, മകൻ, തീർന്നു എന്റെ ഫാമിലി. 3 ആളുകൾ മാത്രമേ ഉള്ളൂ. അവിടെ ഒരാളുടെ ഒരു ഇമോഷണൽ ഇംബാലൻസിങ്, ഒരാളുടെ മൂഡ് സ്വിംഗ് മൊത്തം ഫാമിലിനെ ബാധിക്കും.
ക്ലിയറാണോ ഞാൻ പറയുന്നത്? നമ്മുടെ മക്കളുടെ മാനസികാവസ്ഥ നമ്മൾക്ക് തിരിച്ചറിയണമെന്നതാ. ഞാൻ നേരത്തെ പറഞ്ഞ അതേ കാര്യത്തിൽ കേട്ടോ, നേരത്തെ ഞാൻ ഒരു ബുക്കിന്റെ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ആൻഷ്യന്റ് ജനറേഷൻ. അലിസൺ ജോനാഥൻ ഹെയ്ഡിന്റെ ആൻഷ്യന്റ് ജനറേഷൻ. ആ ബുക്കിൽ പറയുന്നത് നമ്മുടെ മക്കൾക്ക് ഒരു ഫ്രീ ടൈം കിട്ടിയാൽ, ഞാൻ ഈ പറയുന്നത് 15 വയസ്സിന്റെ താഴെയുള്ള മക്കളുടെ കാര്യമാണ്. നമ്മുടെ മക്കൾക്ക് ഒരു ഫ്രീ ടൈം കിട്ടിയാൽ അവരെ 5 മുതൽ 8 മണിക്കൂർ വരെ അവര് സ്പെൻഡ് ചെയ്യുക സ്ക്രീനിലാണ്. അത് മൊബൈൽ ഫോൺ ആയിരിക്കാം, ടെലിവിഷൻ ആയിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഗാഡ്ജറ്റ്സ് ആയിരിക്കാം, ലൈക്ക് ലാപ്ടോപ്പ്, എന്താ പറയാ, പ്ലേ സ്റ്റേഷൻ, വാട്ട് എവർ ഇറ്റ് മേ ബി. അവര് 5 മുതൽ 8 മണിക്കൂർ സമയം വരെ അവർ സ്പെൻഡ് ചെയ്യുന്നത് സ്ക്രീനിലായിരിക്കും. ഇതിന് അംഗീകരിക്കുന്ന ആളുകളുടെ ഒന്ന് കൈകൊടുക്കും. നമ്മുടെ മക്കളുടെ സോഷ്യൽ ഇന്ററാക്ഷൻ എന്ന് പറഞ്ഞാൽ അവർ കുടുംബത്തില് മറ്റു കുടുംബക്കാരടുത്ത് പോകുന്നത്, അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലുള്ള ക്ലബ്ബുകൾ അതുപോലുള്ള ഓർഗനൈസേഷനിൽ ഇടപെടുന്നത്, നമ്മുടെ നാട്ടിലുള്ള എന്താ പറയാ റെസിഡൻസ് അസോസിയേഷൻ, അല്ലെങ്കിൽ എന്താ പറയാ അമ്പല കമ്മിറ്റി, അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ അവർ ഇടപെടുന്ന കാര്യത്തിൽ 30% വരെ കുറവ് വന്നിട്ടുണ്ട്. അംഗീകരിക്കുന്ന ആളുകളൊന്ന് കൈവക്കും. നമ്മുടെ മക്കളുടെ ആൻസൈറ്റി ഡിപ്രഷൻ റേറ്റിൽ 3 ഇരട്ടി വരെ വർധന വന്നിട്ടുണ്ട്. നമ്മുടെ മക്കൾക്ക് ബോറടിക്കുന്നു. 2ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിക്ക് ബോറടിക്കുന്നുണ്ട്. അമ്മക്ക് ബോറടിച്ചിട്ട് വയ്യ, അമ്മമ്മക്ക് ബോറടിക്കുന്നുണ്ട്. ഞാൻ 9ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ബോറടിന്റെ സ്പെല്ലിംഗ് പഠിച്ചത്. നമുക്കൊന്നും ബോറടിക്കാൻ സമയം കിട്ടിയിട്ടില്ല. നമ്മൾ എന്താ പറയാ, നമ്മളൊരു ഈ 4:30 മണിക്കാണ് നമ്മൾ ക്ലാസ് വിട്ടിട്ട് വീട്ടിലേക്ക് എത്തുമ്പോൾ സ്കൂൾ ബാഗ് പറയാനൊന്നുമില്ല കേട്ടോ. അന്ന് ബാഗൊന്നുമില്ല. അന്ന് ഈ ബുക്കൊക്കെ വെച്ചിട്ട് ഒരു റബ്ബർ ബാൻഡ് ഇട്ടിട്ടുള്ള ഒരു പരിപാടിയാണ്, ഒരു കറുത്ത റബ്ബർ ബാൻഡ് ഇട്ടുള്ള ഒരു പരിപാടിയാണ്. അത് നമ്മൾ എവിടേക്കോ ഇടുന്നു, പിന്നെ നമ്മൾ കളിക്കാൻ പോകുന്നു. എന്തെങ്കിലും കഴിക്കാൻ എടുത്ത് വെച്ചിട്ടുണ്ടോ, അത് കഴിക്കുന്നു, കളിക്കാൻ പോകും. പിന്നെ കളിയൊക്കെ കഴിഞ്ഞിട്ട് ഒരു 6:30 ബാങ്ക് കൊടുക്കുന്ന സൗണ്ട്, പിന്നെ അതിന്റെ പിന്നാലെ അമ്മയുടെ പിടിയോട് പിടി കേട്ടിട്ടാണ് നമ്മൾ വീട്ടിലേക്ക് വരുമ്പോൾ ചളി ഏതാണ് നമ്മൾ ഏതാണ് എന്ന് മനസ്സിലാക്കാത്ത ഒരു രൂപമായിട്ടാണ് നമ്മൾ വീട്ടിലേക്ക് വരിക. ആ വീട്ടിലേക്ക് വന്ന് ഈ കളിയുടെ ഇടയിൽ നമുക്ക് പരിക്കൊക്കെ പറ്റിയിട്ടുണ്ട്. അന്ന് ഈ പരിക്ക് പറ്റിയ ഡോക്ടർക്ക് പോണ പരിപാടിയൊന്നുമില്ല. അന്ന് ഈ കമ്മ്യൂണിസ്റ്റ് അപ്പൊക്കെ വെച്ചിട്ടുള്ള ഒരു പരിപാടിയാണ്. അല്ലെങ്കിൽ തെങ്ങിന്റെ പൂപ്പലൊക്കെ വെച്ചിട്ട് അതിന് ഒട്ടിച്ചു വെച്ചാൽ പിറ്റേത്തേക്ക് മുറി മാറും. ഡോക്ടർക്ക് പോകുന്ന ആവശ്യമൊന്നുമില്ല. ഇപ്പോഴാണ് അതൊക്കെ വന്നത്. അത് കഴിഞ്ഞ് പിന്നെ ഈ കുളിപ്പിക്കുന്ന സമയത്ത് ഈ ടീച്ചർമാരെ അടിച്ച പാടുണ്ടോ, നമ്മുടെ ട്രൗസറില്ലേ അടിച്ച പാടുണ്ടോ, ഇത് അമ്മ കാണാൻ പാടില്ല. അമ്മ കണ്ടാൽ എക്സ്ട്രാ ഇത് വേറെ കിട്ടും. അമ്മ ഈ അടിച്ചിട്ട് ചോദിക്കാൻ പോണ പരിപാടിയൊന്നുമില്ല. അതൊക്കെ ഇപ്പൊ തുടങ്ങിയതാണ്. ടീച്ചേഴ്സിനോട് ചോദിക്കാൻ പോലെ. അന്ന് ഈ പാരന്റ്സ് മീറ്റിംഗിന് അച്ഛനൊക്കെ വരാൻ പറഞ്ഞാൽ നമുക്ക് പേടിയാണ്. അച്ഛനൊക്കെ പരിപാടി എങ്ങനെയാ വെച്ചാല് മാഷ്മാർക്ക് കൊട്ടേഷൻ കൊടുക്കും. മാഷ്മാരെ വിളിച്ച് പഴംപൊരി ചായ വാങ്ങി കൊടുത്തിട്ട് പറയും നല്ല അടിക്കണം എന്റെ കുട്ടീനെ. ഇതിനാണ് PTA മീറ്റിംഗിൽ വരുന്നതിന് ഇതിന് വേണ്ടിയിട്ടാണ്. അങ്ങനെ ഈ അടി കിട്ടിയത് കാണിക്കാൻ പാടില്ല. അങ്ങനെ ഇതൊക്കെ കഴിഞ്ഞ് കുളിയൊക്കെ കഴിഞ്ഞ് നമ്മള് പിന്നെ കുറച്ച് പഠിക്കും. അത് കഴിഞ്ഞ് ഒരു 8:45-9 മണി ആകുമ്പോഴേക്ക് ഭക്ഷണം കഴിച്ച് എപ്പോഴാ ഉറങ്ങിയത് തന്നെ നമ്മൾ അറിയില്ല. അത് കഴിഞ്ഞ് പിറ്റേ ദിവസം രാവിലെ എഴുന്നേറ്റ് സ്കൂളിൽ പോകാൻ പരിപാടി. ഇതിനായിട്ട് നമ്മളെവിടുന്ന ബോറടിക്കുക, മക്കൾക്ക് ബോറടിക്കുക. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, നമ്മുടെ ഒരു പ്രശ്നം ഉണ്ടാക്കാൻ നമ്മുടെ 80s മോഡല്, നമ്മുടെ 70s മോഡല്, നമ്മുടെ 60s മോഡല് സ്കെയില് വെച്ച് നമ്മുടെ മക്കളെ അളക്കുന്നിടത്താണ് നമുക്ക് തെറ്റിപ്പോകുന്നത്. നമ്മുടെ മക്കളുടെ ഒരു ബിഹേവിയറൽ പാറ്റേണിനെ പറ്റി പറഞ്ഞുകൊണ്ട് നമുക്ക് ഈ ഒരു പാരന്റിംഗ് നമുക്ക് നിർത്താം. ബിഹേവിയറൽ പാറ്റേൺ, അതിലൊരു 3 P ഫാക്ടേഴ്സ്. ഒന്നാമത്തത് പ്രീഡിസ്പോസിംഗ് ഫാക്ടർ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ഓൾറെഡി there. അത് അവരുടെ മനസ്സിൽ ഓൾറെഡി ഉള്ളതാ ചില സ്വഭാവങ്ങൾ. അതിനൊരു ബയോളജിക്കൽ റീസൺ ആവാം, അല്ലെങ്കിൽ അതൊരു സൈക്കോളജിക്കൽ റീസൺ ആവാം, അല്ലെങ്കിൽ ഒരു സോഷ്യോളജിക്കൽ റീസൺ ആവാം. അത് അവരുടെ മനസ്സിൽ ഓൾറെഡി ഉള്ളതാണ്. ബയോളജിക്കൽ റീസൺ എന്ന് പറഞ്ഞാൽ അവർക്ക് ഏർലി ചൈൽഡ്ഹുഡിൽ ഉണ്ടാവുന്ന ചില എക്സ്പീരിയൻസസ്, അല്ലെങ്കിൽ അവരുടെ അമ്മമാര് പ്രഗ്നന്റ് ആവുന്ന സമയത്ത് ഉണ്ടാവുന്ന ചില കണ്ടീഷൻസ്, അത് അവരുടെ സ്വഭാവത്തെ ബാധിക്കാം. അല്ലെങ്കിൽ ഡെലിവറിയുടെ സമയത്ത് ഉണ്ടാവുന്ന ചില കോംപ്ലിക്കേഷൻസ്, അത് മക്കളുടെ സ്വഭാവത്തിന് ബാധിക്കാം. അതേപോലെ ചില സ്വഭാവം പിന്നെ പാരമ്പര്യമായിട്ട് ചില സ്വഭാവങ്ങളുണ്ട്, അതുള്ളതാണ്. അത് മക്കളുടെ സ്വഭാവത്തെ സ്വാധീനിക്കാൻ സാധ്യതയുണ്ട്. അതേപോലെ സൈക്കോളജിക്കൽ റീസൺ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഏർലി ചൈൽഡ്ഹുഡിൽ ഉണ്ടാവുന്ന ചില ട്രോമകൾ, ചില എക്സ്പീരിയൻസ്, അത് അവരുടെ സ്വഭാവത്തെ ബാധിക്കാം.
അല്ലെങ്കിൽ ലോ സെൽഫ് എസ്റ്റീം പോലെ ADHD പോലുള്ള ചില കണ്ടീഷൻസ് അത് അവരുടെ സ്വഭാവത്തെ ബാധിക്കാം. അപ്പൊ ഇങ്ങനെയുള്ള സാധ്യതയിൽ ഒരു ഗാർഡനർ പാരന്റ് എന്നുള്ള രീതിയിൽ നമ്മൾ ചെയ്യേണ്ട ഏറ്റവും ആദ്യത്തെ കാര്യം ഐഡന്റിഫൈ യുവർ സീഡ്. നിങ്ങളുടെ കയ്യിലുള്ള വിത്ത് എന്താണ് എന്നത് നിങ്ങൾ ഏറ്റവും ആദ്യം തിരിച്ചറിയും. ക്ലിയർ ആണോ? നമ്മുടെ കയ്യിലുള്ള വിത്ത് എന്താണ് എന്നത് ആദ്യം തിരിച്ചറിയും. അതിന്റെ ക്വാളിറ്റി എന്താണ് എന്നത് ആദ്യം തിരിച്ചറിയും. ഒരു കർഷകൻ ഏറ്റവും ആദ്യം തിരിച്ചറിയേണ്ടത് അവന്റെ കയ്യിലുള്ള വിത്ത് എന്താണ് എന്നതാണ്. മൊത്തം കുത്തിയ ഇല്ലല്ലോ, ഇവിടെ അങ്ങനെ തന്നെ. നമ്മുടെ കയ്യിലുള്ളത് മത്തനാണോ കുമ്പളാണോ എന്നുള്ളത് ഏതാ ഏറ്റവും ആദ്യം. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ചെടിക്ക് വെള്ളം ആവശ്യത്തിന് മാത്രം ഒഴിച്ചു കൊടുക്കേണ്ടത്. ആ ചെടി എന്താണ് എന്ന് തിരിച്ചറിഞ്ഞിട്ട് അതിനനുസരിച്ചുള്ള വളം അതിനിടാൻ പാടുള്ളൂ. ക്ലിയർ ആണോ? ഞാൻ പറയും ക്ലിയർ ആണോ? ഐഡന്റിഫൈ യുവർ സീഡ്. നിങ്ങളുടെ മക്കളുടെ ആവശ്യം എന്താണ് എന്നത് കൃത്യമായിട്ട് തിരിച്ചറിയാതെ, അവരുടെ ക്വാളിറ്റി എന്താണ് എന്ന് തിരിച്ചറിയാതെ, അവരുടെ ആപ്റ്റിറ്റ്യൂഡ് എന്താണ് എന്ന് തിരിച്ചറിയാതെ നിങ്ങൾ ഒരു വഴി കാണിച്ചു കൊടുക്കും. അവരുടെ പാഷനോടൊപ്പം നിൽക്കുക. നേരത്തെ ഞാൻ പറഞ്ഞില്ലേ, നേരത്തെ ഐ തിങ്ക് യു സ്റ്റഡി ശശി തരൂരിന് അവരർഹിക്കുന്ന ഒരു വഴി കാണിച്ചു കൊടുത്തപ്പോൾ അദ്ദേഹം കാരി പോയി. അന്നുകൊണ്ട് ഈ ബയോളജി സയൻസ് ഒക്കെ ഡോക്ടർ ആയാൽ മതി, ഡോക്ടർമാർക്ക് ആ ഭയങ്കര പേര്. ഡോക്ടർ ശശി തരൂർ, ചൈൽഡ് പീഡിയാട്രിഷ്യൻ. ഏതാണോ ഞാൻ പറയുന്നത്? ഐഡന്റിഫൈ യുവർ സീഡ്. നമ്മുടെ കയ്യിലുള്ള വിത്ത് എന്താണ് എന്ന് കൃത്യമായിട്ട് തിരിച്ചറിയുക. പാരന്റിന്റെ ഉത്തരവാദിത്വം. അതിനനുസരിച്ച് കാര്യങ്ങൾ വഴി കാണിച്ചു കൊടുക്കാതെ അതിനനുസരിച്ചുള്ള വഴി കാണിച്ചു കൊടുക്കും. ഒരു ഹാപ്പിയോ മക്കൾ ചിരിക്കുന്നത് കാണണ്ടേ? നമ്മുടെ മക്കൾ നമ്മളോട് ചിരിക്കുന്നത് കാണണ്ടേ? സന്തോഷത്തോടു കൂടി പഠിക്കുന്നതൊന്ന് ഫീൽ ചെയ്യണ്ടേ? ആഗ്രഹത്തോടു കൂടി അവർ ക്ലാസ്സിലേക്ക് പോകുന്നതൊന്ന് നമുക്കൊന്ന് അറിയണ്ടേ? ഐഡന്റിഫൈ യുവർ സീഡ്. റീഡിസ്പോസിംഗ് ഫാക്ടർ ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ P, it is precipitating factor. Precipitating factor എന്ന് പറഞ്ഞാൽ അത് പെട്ടെന്നുണ്ടാവുന്ന കാരണം. ഇപ്പൊ ഞാൻ നേരത്തെ എന്റെ സുഹൃത്തിന്റെ മകന്റെ കേസിൽ എന്തായിരുന്നു പെട്ടെന്നുണ്ടായ കാരണം? എന്തായിരുന്നു? മറന്നോ? എന്തായിരുന്നു? ആ മൊബൈൽ ഫോൺ പിടിച്ചു വാങ്ങിയത്. ആ പിടിച്ചു വാങ്ങിയപ്പോ കുട്ടിക്കുണ്ടായ ഫീൽ എന്താ? ഇൻസൾട്ട് ചെയ്തു. എന്റെ വ്യക്തിത്വത്തെ അച്ഛൻ അംഗീകരിച്ചു. അതുകൊണ്ടാണ് കുട്ടിക്ക് അത് പെട്ടെന്നുണ്ടായ കാരണം. നമ്മുടെ മക്കൾക്കും അങ്ങനെ കുറെ കാരണങ്ങളുണ്ട്. മക്കൾക്ക് അങ്ങനെ പല കാരണങ്ങളുണ്ട്. ആ കാരണങ്ങൾ പ്രധാനമായിട്ടും ചില റിജക്ഷൻസ്. അപ്പൊ അവന്റെ ഏറ്റവും അടുത്ത കൂട്ടുകാര് അവനോട് നിന്നുന്നില്ലെങ്കിൽ ട്രോമയാണ്. അവന് ചില ഗാംഗിന് പുറത്താക്കും. ഭയങ്കര ട്രോമയാണ്. ലവ് ഫെയിലിയർ. പണ്ടത്തെ പോലും അല്ലാട്ടോ. ഇപ്പൊ ലവിന് വയസ്സൊന്നുമില്ല. എന്റെ അനിയന്റെ മകൻ ഇപ്പൊ അവൻ 1, 2 എത്തി. ഇപ്പം ഈ ഫസ്റ്റ് സ്റ്റാൻഡേർഡിൽ ക്ലാസ് നടത്ത പിന്നോട് പറഞ്ഞു, വെല്ലിച്ച ഞാനൊരു കുട്ടീനെ കണ്ടുവച്ചിട്ടുണ്ട്, വെല്ലിച്ച ജാതകം നോക്കണം എന്ന് പറഞ്ഞു. ഐ ആം നോട്ട് ടോക്കിംഗ്. 1ാം ക്ലാസ് 2ാം ക്ലാസ്സിലേക്ക് ആയിട്ടുണ്ട്. അപ്പൊ അവനറിയാം കല്യാണം കഴിക്കണമെങ്കിൽ ജാതകം നോക്കണം എന്നറിയാം. അപ്പൊ വലിച്ചെന്നുള്ള രീതിയിൽ ഇന്ന് തീരുമാനിച്ച് എന്നോട് പറഞ്ഞതാണ് ജാതകം നോക്കിക്കുന്ന സമയം പോലെ കല്യാണം കഴിക്കാൻ. ഇപ്പം അങ്ങനെ പ്രേമത്തിന് അങ്ങനെ വയസ്സൊന്നുമില്ല. ഇത് ഞാൻ ഒരു കാര്യം കൂടെ പറയാം. ഇപ്പൊ നിങ്ങളുടെ കുട്ടികൾ എന്ന് പറയാൻ ഞാൻ പറഞ്ഞത് നേരത്തെ പറഞ്ഞിട്ടുണ്ട്, 17, 18 ആ പ്രായത്തിലൊക്കെ നല്ല പ്രേമൊക്കെ ഉണ്ടെങ്കിൽ തന്നെ ആകാശം ഇടിഞ്ഞു വീണ പോലൊന്നും കാണിക്കണ്ട. പണ്ടത്തെ പോലുള്ള സീരിയസ്നെസ് ഒന്നും ഇപ്പോഴത്തെ പ്രേമത്തിനില്ല. പണ്ടത്തെ പോലുള്ള നമ്മുടെ കാലത്തുള്ള പോലെ വാശി പിടിപ്പിച്ച മക്കൾ ഇഞ്ചിന് വിടൂലാണ്. ഇപ്പോഴത്തെ മക്കൾക്ക് നിങ്ങൾ ഒരു പേടിയില്ല. ഞങ്ങൾക്ക് ആ ധാരണ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പോഴത്തെ ജെൻസിക്ക് നിങ്ങളെ ഒരു പേടിയില്ല. അച്ഛന് പേടിയില്ല, അമ്മേനും പേടിയില്ല. നിങ്ങൾ എന്ത് പറഞ്ഞിട്ട് ഒരു കാര്യം വാശി പിടിപ്പിക്കാനാണ്. ഞാൻ അത് പറയുമ്പോഴേ എന്റെ മോനി +2 പഠിക്കുന്ന സമയത്ത് ഈ NSS ക്യാമ്പ് ഉണ്ടാവുമല്ലോ, സപ്തദിന സഹവാസം. ആ ക്യാമ്പ് കഴിഞ്ഞ് വന്നിട്ട് അവന്റെ അമ്മേനോട്, എന്റെ വൈഫിനോട് പറഞ്ഞു, അപ്പൊ എനിക്ക് എന്റെ ക്ലാസ്സിലെ ആ കുട്ടീനോടൊരു ക്രഷ് തോന്നുന്നുണ്ട്. ആ കുട്ടിക്ക് മുമ്പേ ഇഗ്നോർ ഉണ്ടായിരുന്നു. ഞാൻ ഇപ്പോഴാണ് എനിക്കും കുറേശ്ശെ തോന്നുന്നുണ്ട് എന്ന് പറഞ്ഞു. അപ്പം അത് വേറെ റിലീജിയൻ ഒക്കെയാണ്. അപ്പൊ എന്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, മോനെ ഇത് തോന്നുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞിട്ടുണ്ട്.
ഞാനത് കേട്ടോണ്ടാ തന്നെ എന്റെ വൈഫിന് ഞാൻ ഷെയ്ക്ക് കൊടുത്തു. അപ്പൊ നീ ഒരു നല്ല അമ്മയാണ്. കാരണം മകന് ജീവിതത്തിൽ ആദ്യമായിട്ട് ഒരു പെൺകുട്ടിയോട് ഒരു ക്രഷ് തോന്നുന്നുണ്ടെങ്കിൽ ആ തോന്നൽ അത് നിന്നോട് വന്ന് അവൻ പറയുന്നുണ്ടെങ്കിൽ അതിന് ഒരൊറ്റ അർത്ഥയുള്ളൂ, നീ ഒരു നല്ല അമ്മയാണ്. അതിന് ഒരു സംശയം. പിന്നെ ഞാൻ പറഞ്ഞു അതൊന്നും ഈ വലിയ ഗൗരവം ആക്കണം, അതൊക്കെ അതൊക്കെ അത് വലിയ ഗൗരവം ആക്കണം. എന്നിട്ട് ആ പ്രാവശ്യത്തെ വെക്കേഷനിൽ ഞങ്ങൾ ഫാമിലി ആയിട്ട് ഗോവയിൽ പോയി. വെക്കേഷനിൽ പോയി. അപ്പൊ ഗോവയിൽ അമ്മയും മോനും കൂടെ പോയിട്ട് ആ കുട്ടിക്ക് ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടിട്ട് ഒരു ബാഗ് ഒക്കെ വാങ്ങി. എന്നെ കുട്ടിയില്ല അമ്മയും മോനും കൂടെ പോയിട്ട് ഒരു ബാഗ് ഒക്കെ വാങ്ങി കുട്ടിക്ക് ഗിഫ്റ്റ് കൊടുക്കാം. എന്നിട്ട് ആ ബാഗ് എനിക്ക് വൈഫ് കാണിച്ചു തന്നിട്ട് ആ കുട്ടിക്ക് ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടി വാങ്ങിയതാണ്. ആ ബാഗ് ഇപ്പോഴും വീട്ടിൽ തന്നെ ഉണ്ട്. ആരോ തേച്ചിട്ടുണ്ട്. ഇത് എനിക്ക് ചോദിക്കാൻ വയ്യല്ലോ, ആരാ തേച്ചത്? ഞാൻ പറഞ്ഞോണ്ട് ഇതിന് എത്ര വലിയ ഗൗരവം ഒന്നും കൊടുക്കണ്ട. നേരെ മറിച്ച് നീ ഇനി കാണാൻ പാടില്ല, മിണ്ടാൻ പാടില്ല, പുറത്തെടുക്കാൻ പാടില്ല, കാണും ചെയ്യും, മുണ്ടും ചെയ്യും, പുറത്തിറങ്ങും. ഏതാണോ ഞാൻ പറഞ്ഞത്. പക്ഷെ അങ്ങനെ ചില റിജക്ഷൻസ് അത് അവർക്ക് വലിയ ട്രോമയാണ്. അതേപോലെ ചില ഫെയിലിയേഴ്സ്, പരീക്ഷയിൽ തോൽക്കുന്നതൊക്കെ എല്ലാം ഫെയിലിയേഴ്സ്. എസ്പെഷ്യലി ഈ പരീക്ഷയിൽ തോൽക്കുന്ന ഫെയിലിയേഴ്സ് ഉണ്ടല്ലോ, അതിനും നമുക്ക് വലിയ റോളുണ്ട്. ഈ പരീക്ഷയിലൊക്കെ മാർക്ക് കുറഞ്ഞ പിന്നെ അമ്മ നിന്നോട് മാർക്ക് കുറഞ്ഞ പിന്നെ ഞാൻ എങ്ങനെ എന്റെ കുടുംബക്കാരെ അല്ലേ? നമ്മൾ സാധാരണ കുടുംബക്കാരെ കുടുംബക്കാരടുത്തേക്ക് പോകുമ്പോ പരീക്ഷ പേപ്പർ ആയിട്ടാണോ പോവാ? ഇതാണ് എന്റെ മകന്റെ പരീക്ഷാ പേപ്പർ, ഇത് നോക്കൂ, ഇനി എന്റെ മുഖത്തേക്ക് നോക്കൂ, അങ്ങനെയാണോ നമ്മൾ സാധാരണ ചെയ്യുക? ഇതൊക്കെ കുട്ടികൾ ഉണ്ടാക്കുന്ന ടെൻഷൻ എത്രത്തോളം ഉണ്ടെന്ന് അറിയൂ? ഈ 5ാം ക്ലാസ്സിലും 6ാം ക്ലാസ്സിലും പരീക്ഷയിൽ കുറച്ച് മാർക്ക് കുറഞ്ഞാൽ എന്താ പ്രശ്നം? എന്താ ക്ലിയർ ആണോ? ഈ റിസൾട്ടിന്റെ റെക്കഗ്നൈസിന്റെ പരിപാടി ആദ്യം നിർത്തും. പരീക്ഷയുടെ മാർക്കിനല്ല, അവരിടുന്ന എഫേർട്ടിനെ റെക്കഗ്നൈസ്. ടോട്ടോ ചാൻ ഒരു ബുക്ക് ഉണ്ട്, പറ്റിയൊന്നും വായിക്കില്ല. ടോട്ടോ ചാൻ അതിലെ എഫേർട്ടിനെ നിങ്ങൾ റെക്കഗ്നൈസ് ചെയ്യും. പരീക്ഷയിൽ മാർക്ക് കുറഞ്ഞാലും മാർക്ക് കൂടിയാലും അവർ ലവ് ഷുഡ് ബി അൺകണ്ടീഷണൽ. അമ്മയ്ക്ക് നിന്നോട് സ്നേഹം ഉണ്ടാവണമെങ്കിൽ പരീക്ഷയിൽ മാർക്ക് കിട്ടണമെന്ന കണ്ടീഷൻ ഒന്നും വെക്കണ്ട. ലവ് ഷുഡ് ബി അൺകണ്ടീഷണൽ. ഉപാധികളില്ലാത്ത സ്നേഹം അതാ കുടുംബത്തിൽ കൊടുക്കേണ്ടത്, പരസ്പരം കൊടുക്കേണ്ടത്, ഭാര്യയും ഭർത്താവും കൊടുക്കേണ്ടത്, അച്ഛനും അമ്മയും കൊടുക്കേണ്ടത്, മക്കൾക്ക് കൊടുക്കേണ്ടത്, മക്കൾ തിരിച്ചു കൊടുക്കേണ്ടത് ഉപാധികളില്ലാത്ത സ്നേഹം, അൺകണ്ടീഷണൽ ലവ്. അത് നമ്മുടെ കുടുംബത്തിൽ ഉണ്ടോ എന്നുള്ളതൊന്ന് ചിന്തിച്ചാൽ മതി. ക്ലിയറാണോ? ഈ ഓണത്തിന് 12,000 രൂപയുടെ സാരി വാങ്ങി തന്നാൽ മാത്രം ഭർത്താവിനോട് സ്നേഹം എന്നുള്ളത്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട അടപ്രഥമൻ കറക്റ്റ് ടൈമിൽ ഉണ്ടാക്കി തരുമ്പോൾ മാത്രം തിരിച്ചും സ്നേഹം. ക്ലിയറാണോ ഞാൻ പറയുന്നത്? അൺകണ്ടീഷണൽ ലവ്, ലവ് ഷുഡ് ബി അൺകണ്ടീഷണൽ. പരീക്ഷ അത് നമ്മൾ ഉണ്ടാക്കുന്ന കേട്ടോ. അപ്പൊ അങ്ങനെ ചില ഫെയിലിയേഴ്സ് അവർക്ക് വലിയ വലിയ ട്രോമയാണ്, അവർക്ക് ഭയങ്കര ട്രോമയാണ്. അതേപോലെ ചില കമ്പാരിസൺ. നമുക്കാണെങ്കിൽ ഇത് ഭയങ്കര ഇഷ്ടമാണ്. പരീക്ഷയിൽ മാർക്ക് എത്ര ഉണ്ട്? 100-80. അപ്പുറത്ത് അനന്തൂന് എത്ര ഉണ്ട്? അനന്തൂന് 92. അടുത്ത ചോദ്യം എന്താ? അനക്കിവിടെ എന്തിന്റെ കുറവാണ്? ക്ലിയറാണോ? നമുക്കിത് കമ്പയർ ചെയ്യാൻ ഭയങ്കര ഇഷ്ടം. ഇവിടെ കുറെ ആളുകൾ ഹസ്ബൻഡ് വൈഫ് പേരായിട്ടല്ലേ വന്നു. ഇവിടെ പേരായിട്ടല്ലേ വന്നു. ഇവിടെ ഇരിക്കുന്ന ഭാര്യമാർക്ക് അല്ല വേണം, ഭർത്താക്കന്മാർക്ക് ഒരു ഓഫർ. ഭർത്താക്കന്മാർക്ക് ഓഫർ. ഇവിടെ നിങ്ങൾ ഇപ്പൊ എഴുന്നേറ്റ് നിന്ന് നിങ്ങളുടെ ഭാര്യയെ വേറൊരു സ്ത്രീയുമായിട്ട് കമ്പയർ ചെയ്താൽ ആ ധൈര്യം കാണിക്കുന്ന ധീരനെ കത്ത് വലിയ സമ്മാനമുണ്ട് കത്തിരിക്കും. അപ്പോഴാണ് ആളുകൾ കേട്ടോ പറയാൻ കാണില്ല. എനിക്ക് ഇത്രയും കാലമായിട്ട് അതിനോട് ധൈര്യം കിട്ടിയിട്ടില്ല. ഇത് പറഞ്ഞ് ഞാനെന്നിട്ട് പോകും കഴിഞ്ഞ അങ്ങോട്ടേക്ക് ഞാൻ പോകണം. ഇത് ഭർത്താക്കന്മാർക്ക് മാത്രമല്ല കേട്ടോ, ഭാര്യമാർക്കും ഉണ്ട് അങ്ങനെ ഒരു ഓഫർ. നിങ്ങൾ അത്ര പോരട്ടോ, നമ്മൾ അപ്പുറത്തെ ബാബുവിന്റെ സൂപ്പറാ. അത് പറയാൻ ധൈര്യമുള്ള ഭാര്യമാരുണ്ടെങ്കിൽ അവർക്കും ഉണ്ട് സമ്മാനം. ഭർത്താവ് ഇവിടെ വന്നിട്ടില്ല എന്ന് തോന്നുന്നു. ഹാപ്പി ഫാമിലി എന്ന് പറഞ്ഞാൽ അവസാനം അൺഹാപ്പി ഫാമിലിയിലേക്കാ പോണം. നമുക്ക് അത്
പക്ഷെ മക്കളെ കമ്പനി നമുക്ക് ഭയങ്കര ഭയങ്കര ഇഷ്ടം. അവർക്ക് വലിയ ട്രോമയാണ്. അത് നമ്മുടെ മക്കൾക്ക് വലിയ. നിങ്ങളൊക്കെ കമ്പയർ ചെയ്തു, അവരായിട്ടുള്ള കമ്പയർ, അവരായിട്ടുള്ള കമ്പയർ ചെയ്യും. നിങ്ങൾക്ക് കഴിഞ്ഞ ക്വാർട്ടറിൽ ഓണം എക്സാമിന് നിങ്ങൾക്ക് എത്ര മാർക്കുണ്ട്? ഓണം എക്സാമിന് 85 മാർക്കിൽ. ഇപ്പൊ എന്തുകൊണ്ടാകുന്നത് 73 കഴിഞ്ഞോ? അന്ന് നീ എത്ര പഠിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ എന്താ പഠിക്കാത്തത്? അവരായിട്ട് കമ്പയർ ചെയ്തോ, നല്ലതാ. മറ്റൊരായിട്ട് കമ്പയർ ചെയ്യും, പക്ഷെ അത് ചെയ്യില്ല. നമുക്ക് വേറെ ആൾക്കാരായിട്ട് കമ്പയർ ചെയ്യും. അവര് തിരിച്ച് കമ്പയർ ചെയ്താൽ സഹിക്കാൻ പറ്റില്ല. അവര് തിരിച്ച് നിങ്ങളിൽ നിന്ന് കമ്പയർ ചെയ്താൽ സഹിക്കാൻ പറ്റില്ല. അമ്മ ഉണ്ടാക്കണ കറി അത്ര പോരട്ടോ. അനന്തൂന്റെ അമ്മ ഉണ്ടാക്കണ കറിക്ക് എന്ത് ടേസ്റ്റ്. എത്ര കഷ്ടപ്പെട്ടിട്ടുണ്ടാക്കിയ കറിയായിട്ടും അതുപോലെ നമുക്ക് സഹിക്കാൻ പറ്റില്ല. ക്ലിയർ ആണോ ഞാൻ പറയുന്നത്? കണക്കാവുന്നുണ്ടോ? കമ്പയർ ചെയ്യുന്നു. ഇതവർക്ക് വലിയൊരു ട്രോമ ഉണ്ടാക്കുന്നത്. അപ്പം ഇങ്ങനെയുള്ള കേസിൽ നമ്മുടെ മക്കൾക്ക് ഉണ്ടാകുന്ന പെട്ടെന്നുള്ള കാരണം എന്താണ് എന്നത് നമ്മൾ തിരിച്ചറിയേണ്ടത്. അതിന് വേണ്ടത് നല്ല കമ്മ്യൂണിക്കേഷൻ ആണ്. കുടുംബത്തിന് നല്ല കമ്മ്യൂണിക്കേഷൻ. ഹാപ്പി ഫാമിലിയുടെ ഫോർമുലയിൽ തന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ്. അതിന് വേണ്ടത് ലവ് വേണം, റെസ്പെക്ട് വേണം, കമ്മ്യൂണിക്കേഷൻ വേണം, ട്രസ്റ്റ് വേണം, ടൈം വേണം, ആക്സെപ്റ്റൻസ് വേണം. ഈ 6 കാര്യങ്ങളുണ്ടെങ്കിൽ ഫാമിലി ഹാപ്പി. അവിടെ ലവ് ഉണ്ടോ? കുടുംബത്തിലുള്ള ഓരോ ആളുകളും ആഗ്രഹിക്കുന്നത്, പ്രതീക്ഷിക്കുന്നത് I want to be loved. സ്നേഹിക്കാൻ എളുപ്പമാണ്. To love is easy. To be loved പ്രയാസം. നമുക്ക് അങ്ങനെ എത്ര ആളുണ്ട് എന്നുള്ളതൊന്ന് ചിന്തിക്കണം. സ്നേഹിപ്പിക്കുക എന്നൊരു വാക്കില്ല. സ്നേഹിക്കുക എന്ന് മാത്രമേ ഉള്ളൂ. സ്നേഹിപ്പിക്കുക എന്നൊരു വാക്ക് ഒരു ഭാഷയിലും ഇല്ല. കാരണം അങ്ങനെ ഒരു കാര്യമില്ല. സ്നേഹിപ്പിക്കാൻ പറ്റില്ല. അറിയില്ലേ, കുതിരേനെ വെള്ളത്തിന്റെ അടുത്ത് വരെ കൊണ്ടുവരാൻ പറ്റൂ, കുടിപ്പിക്കാൻ പറ്റില്ല. കുടിപ്പിക്കണമെന്ന് കുതിരേനെ വിചാരിക്കണം. സ്നേഹിപ്പിക്കുക, to be loved is difficult. Intensely, deeply, emotionally loved, to be loved. സ്നേഹിപ്പിക്കുക, അതെല്ലാവരുടെയും ആഗ്രഹം. അതേപോലെ റെസ്പെക്ട് ചെയ്യാന്ന് പറഞ്ഞാൽ ഏത് പൊസിഷനിലാണ് ഭാര്യ ഭർത്താവിനെ റെസ്പെക്ട് ചെയ്യണം, തിരിച്ചും റെസ്പെക്ട് ചെയ്യണം. ഭർത്താവ് ഭാര്യനെ റെസ്പെക്ട് ചെയ്യണം, മക്കളെ റെസ്പെക്ട് ചെയ്യണം. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, റെക്കഗ്നൈസ്. മക്കൾ എന്തുകൊണ്ടാണ് മൊബൈൽ ഫോൺ ഗെയിമിന് പിന്നിൽ പോകുന്നത്? എന്തുകൊണ്ടാണെന്ന് അറിയുമോ? മക്കൾ എന്തുകൊണ്ടാണ് ഗെയിം അത്രയധികം ഇഷ്ടപ്പെടുന്നത്? എന്തുകൊണ്ടാണെന്ന് അറിയുമോ? അവിടെ അവരെ റെക്കഗ്നൈസ് ചെയ്യുന്നുണ്ട്. Wow, you have finished this stage. Wonderful. And you have got 15,000 points. ഈ 15,000 പോയിന്റ് കൊണ്ടുപോയാൽ ഒരു കാലിച്ചായ പോലും കിട്ടില്ല. എന്നാലും ജീവിതത്തിൽ ആദ്യമായിട്ടാണ് അവരോട് യു ആർ വണ്ടർഫുൾ എന്ന് പറയുന്നത് മൊബൈൽ ഫോണ്. വീട്ടിൽ നിന്ന് നമ്മൾ പറഞ്ഞാൽ മതി, പറയുന്നില്ല. ഇതിനകത്ത് ഫ്ലാറ്റ് ചെയ്യാന്നുള്ളതല്ല കേട്ടോ. മക്കൾ നിങ്ങളെക്കാളും എന്താ പറയാ ഇന്റലിജന്റ് ആണ്. വെറുതെ പറഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഈ സൂപ്പറാണ്, ഞാൻ സൂപ്പർ ഒന്നല്ല, എനിക്കറിയാം. വെറുതെ കള്ളാണ് ഇപ്പോഴത്തെ കുട്ടികള്. നമ്മുടെ കുട്ടികള് ഈ നിങ്ങൾ ആലോചിച്ചു, നമ്മുടെ കുട്ടികളെ ചെറുപ്പത്തില് അവർ ആദ്യ സ്റ്റെപ്പ് വെക്കുമ്പോ നമുക്കത് ഭയങ്കര നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു നിമിഷമാണ്. നമ്മളത് ഭയങ്കര ആകാംക്ഷയോടുകൂടി, ഭയങ്കര ആഗ്രഹത്തോടു കൂടി നമ്മളതിങ്ങനെ കാണും. അതിങ്ങനെ കണ്ട് അതിങ്ങനെ സ്റ്റെപ്പ് വെച്ച് അതിങ്ങനെ കംപ്ലീറ്റ് ചെയ്താൽ നമ്മൾ തപ്പിട്ടു, എന്നിട്ട് കെട്ടിപ്പിടിക്കും, ഉമ്മ വെക്കും. ഇതുപോലെ 4-5 പ്രാവശ്യമൊക്കെ ചെയ്യും. പിന്നെ ഒരു 10-25 പ്രാവശ്യം നമുക്കിത് ശീലമാവും. പിന്നെ നമ്മൾ തപ്പിട്ടാലൊന്നും നിൽക്കില്ല. അപ്പോഴും കുട്ടി ഇങ്ങനെ നടക്കും. കുട്ടി ഇങ്ങനെ നടക്കുന്ന ചുറ്റും നോക്കും, ആരും തപ്പടില്ല. അപ്പൊ കുട്ടി എന്ത് ചെയ്യും? തപ്പിട്ടു. ചെയ്യാറുണ്ടാ? ക്യാപ്റ്റൻ രാജ് പറയുന്ന മാതിരി എന്നെ തള്ളാൻ ഒരു തെണ്ടിയും ആവശ്യമില്ല, എനിക്ക് തപ്പടാൻ ഞാൻ തന്നെ ഉണ്ട്. കുട്ടികൾ ആഗ്രഹിക്കുന്നുണ്ട്. കുട്ടികളെ റെക്കഗ്നീഷൻ, എൻകറേജ്മെന്റ് അവർ ആഗ്രഹിക്കുന്നുണ്ട്. കുടുംബത്തിൽ കിട്ടാത്തോണ്ട് അവർ മൊബൈലിലേക്ക് പോകും. ക്ലിയർ ആണ്? മൊബൈൽ ഫോൺ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല കേട്ടോ. നമ്മൾ ചെയ്യേണ്ടതൊന്നും നമ്മൾ ചെയ്യുന്നില്ല എന്നിട്ട് നമ്മൾ കുട്ടികളെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കും. കറക്റ്റ് ആവുന്നുണ്ടോ പറയുന്നു?
എത്രത്തോളം നല്ല പോയില്ല. അമ്മമാര് കൊടുക്കുന്നുണ്ടോ, അവർക്ക് ഫ്രീ ആക്കണം, അവർക്ക് മൊബൈൽ ആക്കണം. അതിലേക്ക് നമുക്ക് വരാം, അതിലേക്ക് വരാം. മരുമകൾ വന്നിട്ടുണ്ടോ അവിടെ? മരുമകൾ വന്നിട്ടുണ്ടോ അവിടെ? കടുത്ത ധൈര്യം. അതെ, ഹസ്ബൻഡും ഇല്ല, മരുമോളിൽ എന്തും പറയാം. ഞാൻ കുറെ നേരം ഇന്നൊരു ധീരത ഞാൻ കണ്ടിട്ടില്ല. അതിന് ഈ ചോക്ലേറ്റ് കുറച്ച് നേരത്തെ വേണ്ടതായിട്ട് കുറെ നേരത്തെ കിട്ടിയതാണ്. അപ്പൊ അതുകൊണ്ട് ഇതിനൊരു 2 ചോക്ലേറ്റ് ഈ ധൈര്യത്തിൽ. ക്ലിയർ ആണോ ഞാൻ പറഞ്ഞത്? അപ്പൊ ഇതിന് അവരുടെ പ്രസിപ്പിറ്റേറ്റിംഗ് ഫാക്ടർ, അവർക്ക് പെട്ടെന്നുണ്ടായ കാരണം എന്താണ് എന്നത് നമ്മൾ തിരിച്ചറിയാൻ കുടുംബത്തിന് നല്ല കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവും. കമ്മ്യൂണിക്കേഷൻ, ഈ കമ്മ്യൂണിക്കേഷന് നമ്മൾ കുടുംബം ഒരു ഹാപ്പി ഫാമിലി ആവാൻ വേണ്ടിയിട്ടുള്ള ഒരു ചെറിയ ഫോർമുല പറഞ്ഞുകൊണ്ട് സംസാരിച്ച് അവസാനിപ്പിക്കാം. സോഫ്റ്റ് ഫോർമുല, ഒരു ഫോർമുല പറഞ്ഞുകൊണ്ട് നമുക്ക് അവസാനിപ്പിക്കാം. സോഫ്റ്റ് ഫോർമുല, SOFTEN, സോഫ്റ്റ് ഫോർമുല. ഞാൻ ഇതുവരെ പറഞ്ഞ എല്ലാ കാര്യങ്ങളും നിങ്ങൾ പറഞ്ഞോളൂ, ഒരു കുഴപ്പമില്ല. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന 6 കാര്യങ്ങൾ, ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന 6 കാര്യങ്ങൾ നമ്മുടെ മനസ്സിൽ ഇങ്ങനെ കല്ലിൽ കൊത്തിവെച്ച പോലെ നമ്മുടെ മനസ്സിലുണ്ടാവട്ടെ. നമ്മുടെ അവസാന കാലത്ത് അവസാന ശ്വാസം അകത്തേക്ക് എടുക്കുന്ന കാലം വരെ നമ്മുടെ മനസ്സിലുണ്ടാവട്ടെ. ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഈ ഒരു 6 കാര്യങ്ങൾ. കമ്മ്യൂണിക്കേഷൻ ഒന്നാമത്തത് S for smile. S for smile, പുഞ്ചിരിക്കുക എന്നതാണ്. കുടുംബത്തിൽ പുഞ്ചിരിയോടുകൂടി ഇടപെടാനുള്ള, പുഞ്ചിരിയോടുകൂടി സംസാരിക്കുക എന്നതാണ്. മക്കളോട് സംസാരിക്കുക. നമ്മുടെയൊക്കെ മക്കൾ എന്ത് ചെയ്യുമ്പോഴും നമ്മൾ ചിരിച്ചിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. മക്കൾ നമ്മുടെ മേലെത്തി, അവര് മക്കൾ മേലെ മൂത്രം ഒഴിച്ചപ്പോൾ നമ്മൾ ചിരിക്കുക ചെയ്ത്, ഓ പിന്നെയും പണി പറ്റിച്ചു, അപ്പോഴും നമ്മൾ ചിരിക്കുക ചെയ്തത്. അന്നേരം വരെ തിക്കി വെച്ച ആ ലിവിംഗ് റൂമിലേക്ക് ഇപ്പോഴത്തെ സാധനങ്ങളൊക്കെ അവൻ വലിച്ചെടുത്തപ്പോഴും നമ്മൾ ചിരിക്കുക ചെയ്തത്. ഇവന്റെ ഒരു വികൃതി, അപ്പോഴും നമ്മൾ ചിരിക്കുക ചെയ്തത്. പിന്നെ എപ്പോഴും നമ്മുടെ മുഖത്തുനിന്ന് ആ ചിരി മാഞ്ഞു പോയിട്ടുണ്ട്. പിന്നെ എപ്പോഴും നമ്മുടെ മുഖത്തുനിന്ന് ആ ചിരി മാഞ്ഞു പോയിട്ടുണ്ട്. ഇപ്പൊ നമുക്ക് എന്നിട്ട് വലിയ പരാതിയാ, എന്റെ കുട്ടിക്ക് പഴയ പോലെ കളിച്ചിരിക്കുന്നില്ല, എന്റെ കുട്ടിക്ക് പഴയ പോലെ കളിച്ചിരുന്നില്ല. ആദ്യം മാഞ്ഞു പോയത് നമ്മുടെ മുഖത്തുനിന്ന് ആ ചിരി. നമ്മളെ മുഖത്തുനിന്ന് മാഞ്ഞു പോയ ചിരി നമ്മളെ മക്കളെ മുഖത്ത് തിരഞ്ഞെടുക്കുക കാണില്ല. ആ മാഞ്ഞുപോയ മങ്ങിപ്പോയ പുഞ്ചിരി നമുക്കൊന്ന് തിരിച്ചു കൊണ്ടുവരാം. നമ്മൾ സംസാരിക്കുമ്പോ, കുടുംബത്തിൽ സംസാരിക്കുമ്പോ ഭീമരഘുവിന്റെ ഫിഗർ പിടിച്ചിരിക്കണ്ട, പുഞ്ചിരിയോടുകൂടി ഇടപെടുക. ഞാനിത് റിപ്പീറ്റ് ചെയ്ത്, നമ്മൾ പണ്ട് മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ പഠിപ്പിച്ച പോലെ ഇത് ഞാൻ റിപ്പീറ്റ് ചെയ്ത് പറയിപ്പിക്കുന്നുണ്ട്. എല്ലാവരും പ്ലീസ് പ്ലീസ് കോപ്പറേറ്റ് വിത്ത് മീ. എല്ലാവരും അതൊന്ന് റിപ്പീറ്റ് ചെയ്ത് പറയാം. ഇത് നമുക്ക് അറിയാം, ഇത് നമ്മുടെ മനസ്സിലുണ്ടാവണം. S for smile. And O for open posture. O for open posture. തുറന്ന ശരീരഭാഷ. തുറന്ന ശരീരഭാഷ. സംസാരിക്കുമ്പോൾ, ഇടപെടുമ്പോൾ. ശ്രീമതി സാറാണ് ഏറ്റവും നല്ലത്. ശ്രീമതി സാറിന്റെ വൈഫ് സാറിനോട് എന്തോ സംസാരിക്കുമ്പോൾ നിങ്ങൾ വേറെ പരിപാടിയില്ല. അപ്പോഴാണ് അതുവരെ ലക്ഷ്മി ദേവി ആയിരുന്ന ഭാര്യ പറഞ്ഞോളൂ താടക ഭദ്രകാളി ഏറ്റുമാറും അല്ലേ സെയിം പിച്ച്. അവര് നമ്മളോട് സംസാരിക്കുമ്പോൾ കൃത്യമായിട്ട് കേൾക്കാത്തതിന്റെ പേരില് അച്ഛന്റെ അടുത്തുനിന്ന്, അമ്മേന്റെ അടുത്തുനിന്ന്, ഭാര്യന്റെ അടുത്തുനിന്ന്, ഭർത്താവിന്റെ അടുത്തുനിന്ന് ചീത്ത കേൾക്കാത്തവരായിട്ട് ആരെങ്കിലും ഇവിടെ ഇരിക്കുന്നുണ്ടെങ്കിൽ എനിക്ക് അവരെ കൂടെ സെൽഫി എടുക്കണം. എനിക്കൊക്കെ എന്നും കേൾക്കും. ഇതൊരു വലിയ മര്യാദകളാണ്. നമ്മളോട് ആരെങ്കിലും സംസാരിക്കുമ്പോൾ അത് കൃത്യമായിട്ട് ശ്രദ്ധിക്കാതെ മൊബൈൽ ഫോണോ മറ്റെന്തിനെങ്കിലും എൻഗേജ് ചെയ്യുന്നതിനേക്കാൾ വലിയ മര്യാദകൾ. ഓഫർ ഓപ്പൺ പോസ്റ്റർ, തുറന്ന ശരീരഭാഷയോടെ. ഈ കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? അത് കേൾക്കാതെ അതറിയാതെ എത്ര നേരം കേട്ടത്. കമ്മ്യൂണിക്കേഷൻ പറഞ്ഞാൽ എന്താ? കേട്ടില്ല. സംസ്കൃതം വേണ്ട, മലയാളത്തിലല്ല. അതന്നെ നാടൻ ഭാഷയിൽ. സിമ്പിളായിട്ട് പറയാം. സംസാരിക്കുക ആണോ? സംസാരിക്കുക മാത്രമാണോ കമ്മ്യൂണിക്കേഷൻ?
സംസാരിക്കൽ മാത്രമാണോ കമ്മ്യൂണിക്കേഷൻ? മനസ്സിലായി ഉറപ്പ് വരുത്തുന്ന രീതിയിൽ സംസാരിക്കൽ മാത്രമാണോ കമ്മ്യൂണിക്കേഷൻ? പിന്നെന്താ ബോഡി ലാംഗ്വേജോട് കൂടി സംസാരിക്കൽ മാത്രമാണോ കമ്മ്യൂണിക്കേഷൻ? ആ ബോഡി ലാംഗ്വേജിനൊക്കെ ഓരോ ചോക്ലേറ്റ് തരാം. ഇനി പറയുന്ന ഓരോ മറുപടികൾക്കും ചോക്ലേറ്റ് ഉണ്ട്. തിരക്കട്ടാക്കാൻ ഒരു പോക്കറ്റിൽ നിന്ന് എടുക്കട്ടില്ല. ഓക്കെ, നല്ല ക്ലാപ്പ് കൊടുത്തു, നല്ല ക്ലാപ്പ് കൊടുത്തു. നമ്മൾ ലോട്ടറി അടിച്ച മാതിരി ഞാൻ പ്രതീക്ഷിക്കാതെ കിട്ടിയ പോലെ. ആദ്യമായിട്ടാ കിട്ടുന്ന എങ്ങനെയല്ലേ ചോക്ലേറ്റ്? ഓക്കെ, സംസാരിക്കൽ മാത്രമാണോ? ബോഡി ലാംഗ്വേജോട് കൂടി മറ്റുള്ളവർക്ക് മനസ്സിലാവുന്ന രീതിയിൽ സംസാരിക്കൽ മാത്രമാണോ കമ്മ്യൂണിക്കേഷൻ? പിന്നെന്താ? റിഫ്ലക്ഷൻ. റിഫ്ലക്ഷൻ എന്ന് പറഞ്ഞാൽ ഫുൾ ഇംഗ്ലീഷ് ആക്കല്ലേ, മലയാളം പറയും. കറക്റ്റ് ആയിട്ടുള്ള ആൻസർ കിട്ടുന്ന രീതിയിൽ സംസാരിക്കൽ മാത്രമാണോ കമ്മ്യൂണിക്കേഷൻ? നേരത്തെ തന്നതല്ലേ ഫുള്ള് ചോക്ലേറ്റ് അങ്ങനെ നടക്കും. പ്രോപ്പർ റെസ്പോൺസ് കിട്ടുന്ന രീതിയിൽ സംസാരിക്കൽ മാത്രമാണോ മാഡം കമ്മ്യൂണിക്കേഷൻ? ഒരു വാക്കുണ്ട്, അത് മാത്രം നിങ്ങൾ പറയില്ല, വാശിയ. പ്രതികരിക്കുന്ന രീതിയിൽ സംസാരിക്കൽ മാത്രമാണോ കമ്മ്യൂണിക്കേഷൻ? അവര് പറയുന്നത് ഇതല്ലേ ചോദ്യം. സംസാരിക്കൽ മാത്രമല്ല കമ്മ്യൂണിക്കേഷൻ, മറ്റുള്ളവർ പറയുന്നത് കേൾക്കൽ കൂടിയാ കമ്മ്യൂണിക്കേഷൻ. കേൾക്കലാ കമ്മ്യൂണിക്കേഷൻ. നിങ്ങളൊരു നല്ല കമ്മ്യൂണിക്കേറ്റർ ആവുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം നിങ്ങൾ മനോഹരമായി സംസാരിക്കുന്ന ഒരാളാവുക എന്നതല്ല, നല്ല ലിസണർ ആവുക എന്നതാണ്. മറ്റുള്ളവർ പറയുന്നത് കേൾക്കുക എന്നതാണ്. ഹിയറിംഗ് ആണോ ലിസണിംഗ്? ഹിയറിംഗ് ആണോ ലിസണിംഗ്? ഹിയറിംഗ് ആണോ ലിസണിംഗ്? ഹിയറിംഗ് ചെവി കൊണ്ടാണെങ്കിൽ ലിസണിംഗ് മനസ്സുകൊണ്ട്. മനസ്സുകൊണ്ട് കേൾക്കുക. നിങ്ങൾ നമ്മുടെ കുടുംബത്തിൽ ഇല്ലാതെ പോകുന്നത് മനസ്സുകൊണ്ടുള്ള കേൾക്കലാ. കണക്ട് ആവുന്നുണ്ടോ പറയുന്നത്? നമ്മളെങ്ങനെ ഹാപ്പി ഫാമിലി ആവണം എന്നതല്ലേ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. മനസ്സുകൊണ്ട് കേൾക്കാൻ തുടങ്ങാൻ നമുക്ക് പക്ഷെ അതിലേക്ക് എത്തിയില്ല. അതുകൊണ്ടാണ് ചോക്ലേറ്റ് കട്ടായി പോയത്. പറയുന്നത് മറ്റുള്ളവർക്ക് മനസ്സിലാവുന്ന രീതി എനിക്ക് മനസ്സിലാവണ്ടേ? ഏതാണ് ഞാൻ പറയുന്നത്? ലിസണിങ്. ലിസണിങ്. മറ്റുള്ളവർ നമ്മളെ ഇഷ്ടപ്പെടണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ഡെവലപ്പ് ചെയ്യേണ്ട നമ്മുടെ സ്കില്ലാണ് ലിസണിങ്. ലിസണിങ്. അപ്പം നിങ്ങളുടെ ഏറ്റവും അടുത്ത സുഹൃത്തിന്റെ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട അവരുടെ ക്വാളിറ്റി എന്താ? അവരുടെ ക്വാളിറ്റി എന്താ? നമ്മൾ പറയുന്നതൊക്കെ എനിക്ക് എന്ത് വിഷമമുണ്ടെങ്കിൽ ഞാൻ അവരുടെ അടുത്താ പറയാ. എനിക്ക് പറയാനുള്ളതൊക്കെ നമ്മൾ പറഞ്ഞതൊക്കെയും തിരിച്ചു പറയാൻ പറ്റാവുന്ന അത്ര ശ്രദ്ധയോടുകൂടി കേൾക്കാൻ പറ്റുന്ന ഒരു പങ്കാളി ഉണ്ടാവുന്നതിനേക്കാൾ വലിയ ഭാഗ്യം ഈ ലോകത്തിലില്ല. അത് സുഹൃത്താവാം, ഭാര്യ തന്നെ അല്ലെങ്കിൽ ഭർത്താവ് തന്നെ സുഹൃത്താവുന്നതിനേക്കാൾ വലിയ സുഹൃതമില്ല. അങ്ങനെ ഒരാളുണ്ടാവാറ്. പറയുന്നത് കേൾക്കാൻ ഒരാളുണ്ടാവാറ്. യുവന്റെ ഒരു വർഷത്തെ അവരുടെ ടാഗ് ലൈൻ ലെറ്റ്സ് ടോക്ക്. നമുക്ക് സംസാരിക്കാം. കേൾക്കാൻ ആളില്ലാത്തതാണ് ഈ നമ്മള് ഈ എന്താ പറയാ കമ്മ്യൂണിക്കേഷനിലെ ഏറ്റവും വലിയ റെവല്യൂഷൻ ആണോ മൊബൈൽ ഫോൺ? ഒരു സംശയമില്ല, കമ്മ്യൂണിക്കേഷനിലെ ഏറ്റവും വലിയ റെവല്യൂഷൻ ആണ് മൊബൈൽ ഫോൺ. നമുക്കൊരു സ്വകാര്യതയും അനുവദിക്കാതെ ഏത് സമയത്തും നമ്മൾ അവൈലബിൾ ആക്കി നിർത്തുന്ന മൊബൈൽ ഫോണാണ് കമ്മ്യൂണിക്കേഷനിലെ ഏറ്റവും വലിയ റെവല്യൂഷൻ. പക്ഷേ ഇന്റർപേഴ്സണൽ കമ്മ്യൂണിക്കേഷനിലെ ഏറ്റവും വലിയ ശാപം മൊബൈൽ ഫോൺ. ശരിയോ തെറ്റോ? ഇപ്പം മൊബൈൽ ഫോണിന് മാറ്റി വെച്ചിട്ട് വേറെ ഒന്നുമില്ല. മറ്റുള്ളവർ പറയുന്നത് കേൾക്കാനുള്ള മനസ്സൊന്നും നമുക്കില്ല. ലിസണിംഗ് തന്നെ രണ്ട് ടൈപ്പ് ലിസണിംഗ് ഉണ്ട്. പാസീവ് ലിസണിംഗ് ഉണ്ട്, ആക്റ്റീവ് ലിസണിംഗ് ഉണ്ട്. നേരത്തെ ശ്രീമതി സാറിനെ പറ്റി പറഞ്ഞപ്പോൾ ഭാര്യ പറയുന്നത് പറഞ്ഞു, നീ പറഞ്ഞോ ഞാൻ കേൾക്കുന്നുണ്ടല്ലോ. അതല്ല ലിസണിംഗ്. നമുക്ക് പാസീവ് ലിസണിംഗ് വേണ്ട, ആക്റ്റീവ് ലിസണിംഗ്. ഇതൊക്കെ മാറ്റി വെച്ച് പറ ഐ ആം ഹിയർ ടു ലിസൺ യു. ആ ഒരു മെസ്സേജ് മക്കൾക്ക് കൊടുക്കാൻ പറ്റിയാൽ മതി, മക്കള് ഹാപ്പി ആയിക്കോളൂ. ഐ ആം ഹിയർ ടു ലിസൺ യു. ഞാൻ ഇവിടെ ഉണ്ട്, നീ പറയുന്നത് കേൾക്കാൻ. ആളടുത്തേക്ക് പോകും, കിട്ടുന്നിടത്തേക്ക് പോകും. കിട്ടാനൊരു പ്രയാസം, കിട്ടുന്നിടത്തേക്ക് പോകും.
കിട്ടുന്നവിടേക്ക് പോകും. വീട്ടിൽ കൊടുക്കാന്നുള്ളതാ. വീട്ടിൽ കൊടുക്കുന്നത് പോരാൻ വരുമ്പോ മാത്രമേ കിട്ടുന്നവിടെ നോക്കിയിട്ട് മക്കള് പോകും. മക്കള് മാത്രമല്ല, എല്ലാവരും പോകും. ആരെങ്കിലും വേണം, ആരെങ്കിലും ഉണ്ടാവണം. നമ്മുടെ ഇപ്പം ഈ പി സുരേന്ദ്രൻ എന്ന് പറഞ്ഞിട്ടൊരു എഴുത്തുകാരൻ, പി സുരേന്ദ്രൻ, അദ്ദേഹത്തിന്റെ നല്ലൊരു സ്പീക്കറാണ്. അദ്ദേഹത്തിന്റെ ഒരു സ്പീച്ചിൽ ഒരിക്കൽ അദ്ദേഹം ഒരു കഥ പറയുന്നുണ്ട്. ഹസ്ബൻഡും വൈഫും കൂടെ രാത്രി കിടന്നുറങ്ങുകയാണ്. ആ ഉറങ്ങുന്ന സമയത്ത് രാത്രി ഒരു മണി 1:30 മണി സമയത്ത് ഭർത്താവിന്റെ മൊബൈലിലേക്ക് ഒരു നോട്ടിഫിക്കേഷൻ കോൾ, വാട്സപ്പിന്റെ ഒരു മെസ്സേജ് വന്ന ഒരു നോട്ടിഫിക്കേഷൻ കോൾ. 1:30 മണിക്ക് മെസ്സേജ്. ഇത് കേട്ടതോടുകൂടി ഭർത്താവിന് 1:30 മണിക്ക് മെസ്സേജ് അയക്കാൻ ഇത് ആലോചിച്ചിട്ടുള്ള ഒരു ടെൻഷൻ, ഒരു ആകാംക്ഷ, ഒരു ക്യൂരിയോസിറ്റി, ഇത് സഹിക്കാൻ പറ്റാതെ പിന്നെ മടിച്ചിട്ടാണെങ്കിൽ പോലും ഭർത്താവ് എഴുന്നേറ്റ് ആ മൊബൈലിന്റെ ലോക്കൊക്കെ തുറന്ന് വാട്സപ്പ് തുറന്ന് നോക്കിയപ്പോൾ തൊട്ടടുത്ത് കിടന്ന ഭാര്യ മെസ്സേജ് അയച്ചതാണ്. ചൂടെടുത്തിട്ട് വയ്യ, ഫാന്റെ സ്പീഡൊന്നും കൊണ്ടുവന്നു. ഇതൊരു അതിശയോക്തിയാണെങ്കിൽ പോലും ഇങ്ങനെയൊക്കെ തന്നെയാണ് നമ്മുടെ കുടുംബത്തിൽ നടക്കുന്നത്. ശരിയോ തെറ്റോ? നമുക്കൊക്കെ വലിയ നഷ്ടം തന്നൊരു കാര്യമായിരുന്നു കൊറോണ കാലഘട്ടം. നമുക്കൊക്കെ ഒരുപാട് നഷ്ടങ്ങൾ, നമുക്ക് ഒരിക്കലും തിരിച്ചു കിട്ടാത്ത ഒരുപാട് നഷ്ടങ്ങൾ നമുക്ക് തന്ന ഒരു കാലഘട്ടമായിരുന്നു ഈ കൊറോണ കാലഘട്ടം, ലോക്ക്ഡൌൺ പീരിയഡ്. പക്ഷെ ലോക്ക്ഡൌണിൽ കുറെ നല്ല കാര്യങ്ങളുണ്ടായിരുന്നു. വീട്ടിൽ നിന്നും അകന്നകന്നു പോയിരുന്നവരൊക്കെ വീട്ടിലേക്ക് മടങ്ങി വന്നിരുന്ന ഒരു കാലം. വീട്ടിലെല്ലാവരും ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്ന പഴയ കാലത്തിലേക്ക് നമ്മൾ മടങ്ങി വന്നിട്ടുണ്ട്. നമ്മുടെയൊക്കെ അടുക്കളകള് പരീക്ഷണശാലകളായിട്ട് മാറി. ചക്കക്കുരു കൊണ്ട് ജ്യൂസ് അടിച്ച് കുടിക്കാത്ത ആരെങ്കിലും ഉണ്ടോ? അന്ന് ചക്കക്കുരു ഷെയ്ക്കിന്റെ കാലമായിരുന്നു. ഒരു ദിവസം അന്ന് വീട്ടിൽ തന്നെയാണോ, നമുക്ക് വേറെ പണിയൊന്നുമില്ല, ട്രെയിനിങ് ഒന്നും പോകാനൊന്നും പറ്റില്ല. അപ്പം ഈ ട്രെയിനിങ് ഉണ്ടെങ്കിൽ തന്നെ ഓൺലൈൻ ട്രെയിനിങ് ഓൺലൈനാണ്, പൈസ തരില്ല, ഫ്രീ ആയിട്ട് ട്രെയിനിങ് എടുക്കുന്ന ഒരു കാലം, ഒരു വരുമാനമൊന്നുമില്ല. അപ്പൊ വീട്ടിലേക്ക് ഇരിക്കുന്ന സമയത്ത് ഒരു ദിവസം വൈഫ് ഒരു ജ്യൂസ് കൊണ്ടുവന്നു. ഞാൻ ജ്യൂസ് കുടിച്ചു, നല്ല ടേസ്റ്റ്. അപ്പൊ ഞാൻ ചോദിച്ചത് എന്തിന്റെ ജ്യൂസാണ്? ചോദിനോടൊന്നും മാവിന്റെ അരിന്റെ ജ്യൂസാണ്. ഈ മാവൊക്കെ എത്രയോ കാലമായിട്ട് നമ്മുടെ പറമ്പിലുള്ളതാ. പക്ഷെ ഇതിനുകൊണ്ട് ജ്യൂസ് ഉണ്ടാക്കാം എന്ന് ചിന്തിച്ചതും അത് ചെയ്തതും ഏത് സമയത്താ? ലോക്ക്ഡൌൺ ടൈമില്ല. അന്ന് എല്ലാവരും ഒന്നിച്ചിരുന്നുണ്ട്. നമ്മളൊക്കെ കുടുംബത്തിൽ അങ്ങനെ ഒന്നിച്ചിരിക്കുന്ന ഒരു ശീലം ഉണ്ടാക്കുക എന്നതാ ഏറ്റവും ആദ്യം ചെയ്യേണ്ട ഒരു കാര്യം. നമ്മളൊക്കെ പണ്ടത്തെ വീടുകളൊന്നും ചിന്തിച്ചു, പണ്ടത്തെ വീട്, പഴയ 4 കെട്ടും 8 കെട്ടൊക്കെ ഒന്ന് ചിന്തിച്ചു. അവിടെയൊക്കെ ഇടുങ്ങിയ കിടപ്പുമുറികളാണ്. ഇടുങ്ങിയ കിടപ്പുമുറി, വാതിൽ തുറന്ന് കാലെടുത്ത് വെക്കുന്ന കട്ടിലേക്ക് അത്ര ഇടുങ്ങിയ കിടപ്പുമുറികൾ. പക്ഷെ വിശാലമായ വരാന്തകളുണ്ട്, വിശാലമായ ഉമ്മറങ്ങൾ ഉണ്ടായിരുന്നു, ചാരുപടികൾ. കുടുംബത്തിൽ എല്ലാവർക്കും ഒന്നിച്ചിരിക്കാൻ വേണ്ടി, ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാൻ വലിയ തളങ്ങൾ ഉണ്ടായിരുന്നു. ഇപ്പോഴും വലിയ വീട് തന്നെയാണോ? പക്ഷേ വിശാലമായ കിടപ്പുമുറികളും അതിനേക്കാൾ വിശാലമായ അല്ലേ ബാത്റൂം, ടോയ്ലറ്റ്. പണ്ടൊക്കെ നമ്മള് പുറത്തുനിന്ന് അല്ല, നമ്മൾ അകത്തുനിന്ന് ഭക്ഷണം കഴിച്ച് വെലുക്കിയിരിക്കുക അല്ലേ? ഇപ്പൊ പുറത്തുനിന്ന് ഭക്ഷണം കഴിച്ച് അകത്തിരിക്കുന്ന പരിപാടി. വിശാലമായ കിടപ്പുമുറികളും ഇപ്പോഴും ഉണ്ട്, വരാന്തകളുണ്ട്. പക്ഷെ ആ വരാന്തയ്ക്കുള്ള നമ്മളിട്ടുള്ള പേരെന്താ? സിറ്റ് ഔട്ട്. ഇടുങ്ങിയ വരാന്ത. ആ ഇടുങ്ങിയ വരാന്ത തന്നെ നമ്മൾ ഗ്രില്ല് വെച്ച് കൂട്ടിയിട്ട് നമ്മൾ നമ്മുടെ മനസ്സും അതുപോലെ കൂട്ടി വെച്ചിരിക്കുക. ക്ലിയറാണോ ഞാൻ പറയുന്നത്? ആ കൂട്ടി വെച്ച വരാന്തകളൊക്കെ ഒന്ന് തുറന്ന് എല്ലാവരും ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുമ്പോഴെങ്കിലും നമ്മുടെ വീട്ടിൽ നമുക്കൊരു റൂള് കൊണ്ടുവരണം. ഹാപ്പി ഫാമിലി എന്നുള്ള രീതിയിൽ നമ്മുടെ വീട്ടിൽ നമുക്കൊരു റൂള് കൊണ്ടുവരണം. 20 മിനിറ്റ് സമയം ഭക്ഷണം കഴിക്കുമ്പോൾ എല്ലാവരും ഒന്നിച്ചിരിക്കുക. മൊബൈൽ ഫോൺ പാടില്ല. സ്ക്രീൻ ഫ്രീ ടൈം ഫോർ 20 മിനിറ്റ്സ്. 20 മിനിറ്റ് സമയം സ്ക്രീൻ ഇല്ല, ടെലിവിഷൻ ഇല്ല, മൊബൈൽ ഇല്ല, വേറെ ഒരു ഗാഡ്ജറ്റും ഇല്ലാതെ നമുക്ക് പരസ്പരം സംസാരിക്കാം. നിങ്ങളൊന്നും മനസ്സിലൊന്നും ആലോചിച്ചു, കുടുംബം ഒന്നിച്ചിരുന്ന് പൊട്ടിച്ചിരിച്ചത് ഏറ്റവും അവസാനം എന്താണെന്ന് ആലോചിച്ചു. കുറച്ച് ആലോചിക്കേണ്ടി വരും. കുടുംബങ്ങൾ എല്ലാവരും കൂടെ ഒന്നിച്ചിരുന്ന് പൊട്ടിച്ചിരിച്ച അവസാന സന്ദർഭം എപ്പോഴാണ്? നിങ്ങളുടെ മാതാപിതാക്കന്മാരെടുത്ത് എനിക്ക് നിങ്ങളെ ഇഷ്ടമാണ്, സ്നേഹമാണ്, നിങ്ങൾക്ക് ഞാനുണ്ട് എന്ന് പറഞ്ഞ സമയം എപ്പോഴാണ്? ലാസ്റ്റ് ചിന്തിക്കേണ്ട ഒരു കാര്യം. നിങ്ങളുടെ മക്കൾ ഒരു ആവശ്യത്തിന് വേണ്ടിയല്ലാതെ, പണത്തിന് വേണ്ടിയല്ലാതെ, ഒരു സഹായത്തിന് വേണ്ടിയല്ലാതെ നിങ്ങളുടെ മക്കൾ നിങ്ങൾ അടുത്ത് വന്ന് സംസാരിച്ച ഏറ്റവും അവസാനത്തെ സന്ദർഭം എപ്പോഴാണ് എന്ന് ആലോചിച്ചു.
ക്ലിയറാണോ? കണക്ട് ആവുന്നുണ്ടോ? മൊത്ത ചിരിയൊക്കെ കുറേശ്ശെ മായുന്നുണ്ടോ? മൊത്ത ചിരിയൊക്കെ കുറേശ്ശെ മായുന്നുണ്ട്. ഓപ്പൺ പോസ്ചർ, തുറന്ന ശരീര ഭാഷ. നമ്മുടെ മക്കളൊക്കെ നമ്മളടുത്ത് സംസാരിക്കാൻ വരുന്നുണ്ടോ? നമ്മുടെ മക്കൾക്ക് നമ്മളോടൊക്കെ കുറെ കാര്യങ്ങളൊക്കെ പറയാനുണ്ട്. അവർ സംസാരിക്കാൻ വരും. അവർ സംസാരിക്കാൻ വരുമ്പം അമ്മയും അച്ഛനും ഭയങ്കര തിരക്കില്ല. അവർക്ക് കുറെ കാര്യങ്ങൾ പറയാൻ. അവന്റെ ഏറ്റവും അടുത്ത സുഹൃത്തും അവനോട് സംസാരിച്ചിട്ടില്ല, സങ്കടമാണ്. ആ സങ്കടം പറയാൻ വേണ്ടി വരുന്ന സമയത്ത് അമ്മയോടെ തിരക്കില്ല. അവൻ ഏറെ കഷ്ടപ്പെട്ട് ചെയ്ത ഹോംവർക്കിൽ നിന്ന് ടീച്ചർ സ്റ്റാർ കൊടുത്തിട്ടില്ല, സങ്കടമാണ്. ആ സങ്കടം പറയാൻ വേണ്ടിയിട്ട് അച്ഛൻ്റെ അടുത്ത് വന്നപ്പം അച്ഛൻ ജോലി തിരക്കില്ല. ആദ്യമായിട്ടൊരു ചിത്രം വരച്ചപ്പം അത് നന്നായിട്ടുണ്ട് എന്ന് ടീച്ചർ തോളിൽ തട്ടി സന്തോഷിപ്പിച്ച അവനെ റെക്കഗ്നൈസ് ചെയ്തതിന്റെ സന്തോഷം പങ്കുവെക്കാൻ വേണ്ടി അച്ഛന്റെ അമ്മേന്റെ അടുത്ത് ചെന്നപ്പം അവര് മൊബൈൽ ഫോണില്ല. മക്കൾക്ക് നമ്മൾ കൊടുക്കേണ്ടത് എന്താണെന്ന് അറിയൂ? മക്കൾക്ക് നമ്മള് ബ്രാൻഡഡ് ഡ്രസ് വാങ്ങി കൊടുക്കുക എന്നുള്ളതും ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ടോയ്സ് വാങ്ങി കൊടുക്കുന്നതല്ല കേട്ടോ. മക്കളെ ഹാപ്പി ആക്കാൻ വേണ്ടി ചെയ്യുന്നു. മക്കൾക്ക് കൊടുക്കേണ്ടത് സമയമാണ്. എഫക്റ്റീവ് ടൈം. ഞാൻ എന്റെ ജോലി കഴിഞ്ഞാൽ നേരെ വീട്ടിലേക്ക് എത്താം, ഒരു കാര്യമില്ല. എത്ര എഫക്റ്റീവ് ടൈം ഉണ്ട്. ബാക്കി എല്ലാം മാറ്റി വെച്ചു. എന്താ പറയാറുള്ളത്? അങ്ങനെ ഉണ്ടല്ലേ, എന്നാൽ ഇന്നു മുതൽ ഞാൻ സംസാരിച്ചിട്ട് ബാക്കി കാര്യം. ഈ മക്കളോട് സംസാരിക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ അടുത്ത് ഉപദേശിക്കുക എന്നല്ല. നമ്മുടെ മക്കൾക്ക് ഒട്ടും ഇഷ്ടമില്ലാത്തൊരു കാര്യം. നമ്മുടെ മക്കൾക്ക് ഒട്ടും ഇഷ്ടമില്ലാത്തൊരു കാര്യം. മക്കളാണെങ്കിൽ ഇത് കൊടുക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ഇന്ന് ഞാൻ ഓഫീസിൽ നിന്ന് 1/2 മണിക്കൂർ നേരത്തെ എത്തി. എന്നെ ഒന്ന് മക്കളെ പിടിച്ചൊന്ന് ഉപദേശിച്ചിട്ട് ബാക്കി കാര്യം. നമ്മുടെയൊക്കെ മക്കൾ നമ്മളെന്താ വിളിക്കുന്നത്? നമ്മളെയൊക്കെ വിളിക്കുന്നത് എന്താണ്? ഒരു വൈബ് ചേർത്തിട്ടാ വിളിക്കുന്നത്. അത്ത വിളിക്കുന്നത് എന്താ? ഒരു വൈബ് ചേർത്തിട്ടാ വിളിക്കുക. തന്ത വൈബ്, തള്ള വൈബ്. ചിലപ്പോൾ നിങ്ങൾ കേക്ക് വിളിച്ചിട്ടുണ്ടാവില്ല. ഭാഗ്യമുണ്ടെങ്കിൽ നിങ്ങൾ കേക്ക് വിളിച്ചിട്ടുണ്ടാവും. ഇത് എന്തുകൊണ്ടാണെന്ന് അറിയോ? അവര് നമ്മുടെ മക്കളെ നമ്മളെ തന്ത വൈബൊന്നും തള്ള വൈബൊന്നും വിളിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് അറിയോ? നമ്മുടെ മക്കൾ ഇങ്ങനെ നമ്മളെ തന്ത വൈബൊന്നും തള്ള വൈബൊന്നും വിളിക്കുന്നതിന് കാരണം എന്താ അറിയോ? അവർക്ക് ഒട്ടും താല്പര്യമില്ലാത്ത ഈ ഉപദേശത്തിന്റെ പിന്നാലെ നടക്കുന്നതാ. തള്ള വരുന്നുണ്ട്, പണ്ടാ ഉപദേശമായി. ഈ ഉപദേശം കേട്ട് നന്നായി ആരെങ്കിലും നിങ്ങൾക്ക് പരിചയമുണ്ടോ? സാറേ, ഉപദേശം കേട്ട് നന്നായി ആരെങ്കിലും പരിചയമുണ്ടോ? നമ്മൾ നന്നായി ഉപദേശം കേട്ടിട്ടാണ്. നമുക്ക് ഇപ്പോഴും ചില അമ്മാവന്മാരൊക്കെ വരുമ്പോണ്ടാവല്ലോ, വരുന്നുണ്ട് കാത്തോട് ഉപദേശിക്കാം. ഇതൊക്കെ നമുക്കറിയാം. ഉപദേശം കേട്ടാൽ നന്നാവനാന്നൊക്കെ അറിയാം. എന്നാലും സൗകര്യത്തിന് കിട്ടിയ മക്കളൊക്കെ ഉപദേശിച്ചാണ്. ക്ലിയറാണോ പറയുന്നത്? കണിക്കാവുന്നുണ്ടോ? മക്കളോട് സംസാരിക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ അടുത്ത് മക്കളെ പിടിച്ച് ഉപദേശിക്കുക എന്നല്ല. കുടുംബം എന്ന് പറഞ്ഞാൽ നിങ്ങളൊരു ഉപദേശത്തിന്റെ സെഷൻ നോക്കേണ്ടതാണ്. ക്ലിയറാണോ? മക്കളോട് സംസാരിക്കുക, ഒന്നുമില്ലാതെ സംസാരിക്കുക. ഇപ്പം ഇതുവരെ അങ്ങനെ ശീലമില്ലെങ്കിൽ മക്കളൊന്നും സംസാരിച്ചു തുടങ്ങുന്നില്ല. മുനി, നിനക്ക് എന്നോട് എന്തെങ്കിലും സംസാരിക്കാനുണ്ടോ? അല്ല, നിനക്ക് എന്നോട് എന്തോ പറയാനുണ്ടല്ലോ. പെട്ടെന്നുള്ള ദിവസം അത്ഭുതമൊന്നും പ്രതീക്ഷിക്കേണ്ട. പക്ഷേ ഒന്ന് കീപ് ഓൺ ട്രൈയിങ്, ശ്രമിച്ചുകൊണ്ടേയിരിക്കും. ഒരു ദിവസം ഒരു മനസ്സ് തുറക്കുന്നു. ഒരു മനസ്സ് തുറക്കണമെങ്കിൽ നിങ്ങൾ വിശ്വസിക്കാൻ പറ്റുന്നവരാണ് നിങ്ങളെന്ന് അവർക്ക് ബുദ്ധിമുട്ട്. നിങ്ങളുടെ അടുത്ത് അവർ എന്തെങ്കിലും ഒളിപ്പിച്ചു വെക്കുന്നുണ്ട്. നിങ്ങളിൽ നിന്നും നിങ്ങളുടെ മക്കൾ എന്തെങ്കിലും ഒന്ന് ഒളിപ്പിച്ചു വെക്കുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം അത് മക്കളെ കുറ്റല്ല. അത് പറയാൻ മാത്രം അവർക്ക് നിങ്ങൾ വിശ്വാസമില്ല. നിങ്ങൾ വിശ്വസിക്കാൻ പറ്റുന്നവരാണ് എന്ന് അവർക്ക് തോന്നാത്തതുകൊണ്ട് അവർ നിങ്ങളടുത്ത് ഒളിപ്പിച്ചു. അവർ പറഞ്ഞു തുടങ്ങുമ്പോഴേ നമ്മൾ പറയും അപ്പൊ അത് പൊട്ടിയില്ലേ, അത് ചെയ്യും, എനിക്കറിയാം. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ലവ് ഷുഡ് ബി അൺകണ്ടീഷണൽ. അതുപോലെ തന്നെ നോൺ ജഡ്ജ്മെന്റൽ, മുൻവിധികളില്ലാത്ത സ്നേഹം. അത് കുടുംബത്തിൽ നിന്ന് ഓഫർ ചെയ്യാൻ പറ്റും. ക്ലിയറാണോ? എന്തായിരുന്നു എസ്? എന്തായിരുന്നു? കേട്ടില്ല. എസ് എന്തായിരുന്നു? കേട്ടില്ല. എസ് എന്തായിരുന്നു? ഓഫർ
ഓപ്പൺ പോസ്ചർ, തുറന്ന ശരീരഭാഷ. F for forward lean. F for forward lean. Forward lean പറഞ്ഞാൽ മുന്നോട്ടേക്ക് ചാഞ്ഞിരിക്കുക. നമ്മളടുത്ത് ഒരാൾ സംസാരിക്കുമ്പോൾ നമുക്ക് താല്പര്യമുള്ള കാര്യമാണ് അവർ സംസാരിക്കുന്നതെങ്കിൽ നമ്മൾ എങ്ങനെയായിരിക്കുക? ആണോ ഉണ്ടോ ആണോ ഞാനിട്ടോ നമുക്ക് ഇതൊക്കെ കേൾക്കാൻ ഭയങ്കര ഇഷ്ടം. നമ്മുടെ മക്കൾ നമ്മളോട് സംസാരിക്കുമ്പോൾ, വേറെ ആളുകൾ നമ്മളോട് സംസാരിക്കുമ്പോൾ അവർ സംസാരിക്കുന്നത് കേൾക്കാൻ നമുക്ക് താല്പര്യമുണ്ട് എന്ന് അവരെ ബോധ്യപ്പെടുത്താൻ നമ്മൾ ചെയ്യേണ്ട കാര്യമാണ് ഫോർവേഡ് ലീൻ. ഫോർവേഡ് ലീൻ മക്കളോട് ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ നമ്മൾ ഒരു ചെറിയ കുട്ടീനെ എടുക്കുന്നു, ഒരു ചെറിയ കുട്ടീന്റെ അടുത്ത് നമ്മള് ഉമ്മ ചോദിക്കണം, കിസ് ചോദിക്കണം. ഉമ്മ ചോദിക്കുമ്പോൾ നമ്മൾ എന്താ പറയാ? ഇവിടെ വരൂ, അങ്കിളിന് ഇവിടെ ഒരു ഉമ്മ തരൂ, അങ്ങനെയാണോ പറയാ? നമ്മളെന്താ പറയാ? ഇവിടെ തടവൊരു ഉമ്മ, ഇവിടെ തട. ഫോർവേഡ് ലീൻ. മക്കളോട് സംസാരിക്കുമ്പോൾ, ചെറിയ കുട്ടികളോട് സംസാരിക്കുമ്പോൾ അവരുടെ ചുണ്ടിനോടൊപ്പമാവണം നമ്മുടെ ചെവി. ഇങ്ങനെ ചോദിക്കാൻ പറ്റണം, ഇങ്ങനെ ചോദിക്കാൻ പറ്റണം. എന്താ പറ്റിയത്? എന്താ പറ്റിയത്? മക്കൾ വല്ലാതെ ദേഷ്യപ്പെടില്ലേ? മക്കൾ വല്ലാതെ പൊട്ടിത്തെറിക്കില്ലേ? അങ്ങനെ മക്കൾ വല്ലാതെ ദേഷ്യപ്പെടുന്ന സമയത്ത്, മക്കൾ വല്ലാതെ പൊട്ടിത്തെറിക്കുന്ന സമയത്ത് ഒന്ന് ചേർത്ത് പിടിച്ച് ചോദിക്കണം, എന്താ പറ്റിയത്? എന്താ എന്റെ കുട്ടിക്ക് വല്ലാത്ത, എന്താ പറ്റിയത്? എന്താ എന്റെ കുട്ടിക്ക് വല്ലാത്ത ദേഷ്യം അല്ലാട്ടോ, സങ്കടം. എന്താ പറ്റിയത്? എന്താ എന്റെ കുട്ടിക്ക് വല്ലാത്ത സങ്കടം ഉണ്ട്? അവളുടെ മനസ്സിൽ എന്തോ സങ്കടമുണ്ട്. ആ സങ്കടം എന്റെ കുട്ടിന്നതാ ദേഷ്യമായിട്ട്. നമ്മൾ ഏറ്റവും ആദ്യം തിരിച്ചറിയേണ്ടത് കരയുന്ന ഓരോ കുഞ്ഞിന്റെ ഉള്ളിലും, കലഹിക്കുന്ന ഓരോ കുഞ്ഞിന്റെ ഉള്ളിലും കരയുന്ന ഒരു പൈതലുണ്ട് എന്ന് തിരിച്ചറിയാൻ നമുക്ക് പറ്റുന്നില്ലെങ്കിൽ നമ്മൾ എന്താ അച്ഛനും ചേർത്ത് വിളിച്ച് ചോദിക്കാൻ പറ്റും, എന്താ പറ്റിയത്? എന്താ കുട്ടികൾ ഉണ്ടാവുന്ന സങ്കടം? അമ്മേന്റെ അടുത്ത് പറ, അച്ഛൻ്റെ അടുത്ത് പറ, മുത്തശ്ശീന്റെ അടുത്ത് പറ, ഞങ്ങളുണ്ടല്ലോ ഇവിടെ. പൊട്ടിക്കരഞ്ഞുകൊണ്ട് അവർ പറയുന്നു. ക്ലിയറാണോ? ക്ലിയറാണോ? നമുക്ക് ചെയ്യാൻ പറ്റും. ഒന്നുകൂടെ ഒന്ന് ഞാൻ പാസ്സാക്കണേ. എസ് എന്ത് ചെയ്യുന്നു? ഓ എന്താണ്? ഓ എന്താണ്? എഫ് എന്താണ്? ഫോർവേഡ് ലീൻ. ഫോർവേഡ് ലീൻ. ആൻഡ് ടി ഫോർ ടച്ച്. ടി ഫോർ ടച്ച്. ടച്ച് എന്ന് പറഞ്ഞാൽ ആദ്യമായിട്ട് കേൾക്കുന്ന വാക്കാണോ ടച്ച്? സ്പർശനം. തൊടുക. 10,000 വാക്കുകൾക്ക് അപ്പുറത്തേക്ക് കൺവേ ചെയ്യാൻ പറ്റും ഒരു സ്പർശനം. Our skin need to be touched. നമ്മുടെ തൊലി ഓരോ സമയത്തും സ്പർശനം ആഗ്രഹിക്കുന്നു. അതുകൊണ്ടാണ് നമുക്കൊരു വലിയ ടെൻഷൻ വരുന്ന സമയത്ത് ആരെങ്കിലും ഒന്ന് ചേർത്ത് പിടിക്കുമ്പോൾ നമുക്കൊരു റിലീഫ് ഉണ്ടാവും. നമ്മളൊരു അസുഖമായിട്ട് ഡോക്ടറെ അടുത്ത് ചെന്നാൽ ഡോക്ടർ മെഡിസിന്റെ പ്രിസ്ക്രിപ്ഷൻ ഒക്കെ തന്നിട്ട് പറയില്ലേ, ഒരു കുഴപ്പമില്ലടോ, ഇതൊക്കെ ഇപ്പം മാറുന്നു. ഡോക്ടർ എഴുതി തരുന്ന മെഡിസിനേക്കാൾ വലിയ ഫീല ഡോക്ടർ തരുന്ന ഒരു ടാബ്ലറ്റ്. ശരിയോ തെറ്റോ? ആ സ്കിൻ അതൊന്നും ചെയ്യാനുള്ള അതിന്റെ അപ്പുറത്തേക്ക് ഒന്നുമില്ല. ഞാൻ പറയുമ്പോഴേ ഇപ്പൊ ഞാനൊരു പാരന്റിങ് സെഷൻ എടുക്കാം. മലപ്പുറത്ത് കൊണ്ടോട്ടി പോയത് അവിടെ കുറച്ചും കൂടി ഇന്ത്യയിലുള്ള സ്ഥലത്ത് ഞാൻ ഒരു സ്കൂളിൽ വേണ്ടിയിട്ട് പോയത്. 6th ലും 7th ലും പഠിക്കുന്ന പാരന്റ്സ് ആണ്, കുട്ടികളുടെ പാരന്റ്സ് ആണ്. ഏകദേശം 200ഓളം പാരന്റ്സ്. അപ്പൊ ഞാൻ അവരുടെ അടുത്ത് ആദ്യമേ പറഞ്ഞിട്ടുണ്ട്, ഇനി നമ്മൾ സംസാരിക്കുന്ന 2 മണിക്കൂർ നേരം നമ്മുടെ സത്യം മാത്രമേ ചിന്തിക്കൂ എന്ന് പറഞ്ഞിട്ട് സംസാരിച്ചു തുടങ്ങിയത്. ആ സംസാരത്തിന്റെ ഇടയിൽ എപ്പോഴും ഞാൻ അവരോട് ചോദിച്ചു, കഴിഞ്ഞൊരു 15 ദിവസത്തിനിടയിൽ സ്വന്തം മകനെയോ മകളെയോ ഒരു തവണയെങ്കിലും കെട്ടിപ്പിടിച്ച് ഉമ്മ വെച്ച എത്ര അച്ഛനും അമ്മ എന്റെ മുമ്പിൽ ഇരിക്കുന്നുണ്ട്? എന്റെ ചോദ്യം എന്തായിരുന്നു? കഴിഞ്ഞൊരു 15 ദിവസത്തിനുള്ളിൽ മകനെയോ മകളെയോ കെട്ടിപ്പിടിച്ച് ഉമ്മ വെച്ച എത്ര അച്ഛനും അമ്മ എന്റെ മുമ്പിൽ ഇരിക്കുന്നുണ്ട്? എന്നെ അത്ഭുതപ്പെടുത്തിയ ഒരു കാര്യം, ആ കൂട്ടത്തിൽ ഒരാൾ പോലും ഉണ്ടായിട്ടില്ല. 10 വയസ്സ് 11 വയസ്സ് പരമാവധി 12 വയസ്സുള്ള മകനെയും മകളെയും 15 ദിവസത്തിനിടയിൽ ഒരു തവണ പോലും കെട്ടിപ്പിടിച്ച് ഉമ്മ വെക്കാത്ത അമ്മമാരാ കൂടുതലും. 200-180ഓളം അമ്മമാരാണ്, 20 മാത്രമേ അച്ഛന്മാരുള്ളൂ. ഞാൻ പങ്കെടുത്ത എല്ലാ PTA മീറ്റിംഗും എല്ലാ പാരന്റിംഗ് സെക്ഷനും അമ്മമാരാണ് കൂടുതലുണ്ടാവും. അതൊന്നും അച്ഛന്മാരെ പണിയല്ല, അതൊക്കെ അമ്മമാരെ പണിയാണ്. അവിടെ അങ്ങനെ അതിലൊരാൾ പോലും ഉണ്ടായിട്ടില്ല എന്നത് എനിക്ക് വലിയ സർപ്രൈസ് ചെയ്തു. എന്നിട്ട് ഞാൻ അവരോട് ചോദിച്ചു, നിങ്ങൾ എന്തുകൊണ്ടാണ് മക്കളെ കെട്ടിപ്പിടിച്ച് ഉമ്മ വെക്കാത്തത്? ഓക്സോ പ്രകാരം കേസ് എടുക്കുന്ന പേടിച്ചിട്ടാണോ മക്കൾ ഉമ്മ വെക്കാതെ? നമ്മുടെ മക്കളത് ആഗ്രഹിക്കുന്നുണ്ട്, നമ്മുടെ മക്കളത് ആഗ്രഹിക്കുന്നുണ്ട്.
നമ്മൾ ഈ ഹാപ്പി ഹോർമോൺസിനെ പറ്റി പറയും. ഹാപ്പി ഹോർമോൺസ് ആക്ച്വലി ഇറ്റ് ഇസ് നോട്ട് എ ഹോർമോൺ, ഇതൊരു ന്യൂറോ ട്രാൻസ്മിറ്റർ ആണ്. ന്യൂറോ ട്രാൻസ്മിറ്റർ അതിലൊരു ഡോസ് ഉണ്ട്, ഡോപ്പമിൻ, ഓക്സിറ്റോസിൻ, സെറോട്ടോണിൻ, എൻഡോർഫിൻ. അതിൽ ഈ ഓക്സിറ്റോസിൻ കിട്ടുന്നത് ത്രൂ ടച്ച് ഓൺലി. ഈ ഓക്സിറ്റോസിൻ എന്ന ഹാപ്പി ഹോർമോൺ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവണമെങ്കിൽ സ്നേഹസ്പർശനം അനുഭവിക്കാൻ പറ്റണം. കുട്ടികൾക്ക് മാത്രമല്ല, മുതിർന്നവർക്കും അങ്ങനെ തന്നെ. അപ്പൊ നമ്മുടെ വീട്ടിലൊക്കെ ഗ്രാൻഡ് പാരന്റ്സ്, കുറെ വയസ്സായ ആളുകളൊക്കെ വീട്ടിലുണ്ടെങ്കിൽ അവർ വെറുതെ ഇരിക്കുന്ന സമയത്ത് കൈയും കാലൊക്കെ ഇങ്ങനെ കരുവിടുന്നത്. ഇതിങ്ങനെ കൈ കാലം വേദനിച്ചിട്ടൊന്നും ചെയ്യുന്നതല്ല, അതാ ഒരു ഫീലിന് വേണ്ടിയിട്ടാ, ഒരു ടച്ചിന്റെ ഫീലിന് വേണ്ടിയിട്ടാ. ഇപ്പൊ വീട്ടിലൊക്കെ ആരെങ്കിലും ഒക്കെ ഗ്രാൻഡ് പാരന്റ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അടുത്തിരുന്ന് കൈയും കാലൊക്കെ ഇങ്ങനെ ഉഴിഞ്ഞു കൊടുത്താൽ മതി, സന്തോഷമാണ്. 15 സെറ്റൊക്കെ എഴുതിയിട്ടുണ്ട്. ഇപ്പോഴാണ് ക്ലാസ്സിന് വന്നത് മുതലായി. ഞാൻ പറഞ്ഞത് അത് ഇത് വയസ്സായവർക്ക് വന്ന എല്ലാവർക്കും വേണം, എല്ലാവർക്കും വേണം, മക്കൾക്ക് വേണം. അത് കുടുംബത്തിൽ കിട്ടുന്നില്ലെങ്കിൽ മക്കൾക്ക് ഈ ഓക്സിറ്റോസിൻ വേണം. അത് നമ്മുടെ കുടുംബത്തിൽ കിട്ടുന്നില്ലെങ്കിൽ കിട്ടാനുള്ള സാധ്യതകളൊക്കെ നമ്മുടെ മക്കൾ പോകും. കപട സ്നേഹത്തിന്റെ ചതിക്കുഴികൾ ഒരുക്കി ആയിരങ്ങൾ നമ്മുടെ മക്കളെ പുറത്ത് കാത്തു നിൽക്കുന്നുണ്ട്. അവിടെ ചതിക്കുഴിയിൽ വീണു പോവാതിരിക്കണമെങ്കിൽ മക്കളൊന്ന് ചേർത്ത് പിടിച്ചോളൂ. മക്കളൊന്ന് ചേർത്ത് പിടിച്ചൊന്ന് ഒരു ഉമ്മ കൊടുക്കുന്നു. എന്റെ ജീവിതത്തിൽ, എന്റെ ലൈഫിൽ എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ ബ്ലെസ്സിങ്, എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ സമ്മാനം, എന്റെ അമ്മ മരണപ്പെടുന്നതിന്റെ 1 മണിക്കൂർ മുമ്പ് എന്റെ അമ്മ എന്നെ ചേർത്ത് പിടിച്ച് ഉമ്മ വെച്ചു കൊടുക്കുന്നത്. 15 വർഷങ്ങൾക്ക് മുമ്പാണ് എന്റെ അമ്മ മരിച്ചു. അമ്മ ഒരു റിനൽ ഫെയിലിയർ, കിഡ്നി പേഷ്യന്റ്. മരിക്കാൻ പോകുന്നൊന്നും അറിയില്ല. ഞാനും അമ്മയും അടുത്തടുത്ത്, ഞാൻ ലിവിംഗ് റൂമിൽ ഇരുന്ന് TV കാണുന്നുണ്ട്, തൊട്ടടുത്ത റൂമിൽ അമ്മ കിടക്കുന്നു. ഞാനും അമ്മ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ സംസാരിക്കാം. അവിടെ നിന്ന് ഇങ്ങോട്ട് ചോദിക്കുന്നത്, ഞാൻ അവിടെ നിന്ന് മറുപടി പറയുന്നു. ഇടയിൽ എപ്പോഴും ഞാൻ ചോദിച്ച ചോദ്യത്തിന് എനിക്ക് മറുപടി കിട്ടുന്നില്ല. ഞാൻ പോയി നോക്കിയപ്പോഴേക്കും എന്റെ അമ്മ കൊലാപ്സ് അയച്ചു. അതിന്റെ 1 മണിക്കൂർ മുമ്പ് എന്റെ അമ്മ എന്നെ ചേർത്ത് പിടിച്ചു പോയി. അതിനേക്കാൾ വലിയ ഒരു സമ്മാനം എനിക്ക് എന്റെ ജീവിതത്തിൽ എനിക്ക് കിട്ടാൻ. ഞാൻ എവിടെയെങ്കിലും ഒക്കെ നൈറ്റ് ഉണ്ടാവുന്നു സാർ, നൈറ്റ് വീട്ടിൽ ഞാൻ ഇല്ലാത്ത സമയത്ത്, ഞാൻ പോകുന്ന സമയത്ത് ഞാൻ അമ്മേനെ ഉമ്മ വയ്ക്കാം. എനിക്കതൊരു മോശം തോന്നിയിട്ടേ ഇല്ല. എന്റെ അമ്മ 15 വർഷം മുമ്പ് അമ്മ മരിക്കുന്നതിന്റെ ഏകദേശം ഒരു 3-4 മാസം മുമ്പ് എന്റെ അമ്മേനെ ഞാൻ കുളിപ്പിച്ചിട്ടുണ്ട്. അമ്മ മരിക്കുന്ന സമയത്ത് അമ്മയ്ക്ക് 58 വയസ്സ്. 58 വയസ്സുള്ള അമ്മയെ ഞാൻ കുളിപ്പിച്ചു. അതെനിക്കൊരു മോശമായിട്ടൊരു കാര്യമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. അങ്ങനെ ചെയ്യാൻ പറ്റിയല്ലോ എന്നൊരു സന്തോഷം മാത്രമേ. ഞാൻ പറഞ്ഞത് അമ്മ ഒരു കിഡ്നി പേഷ്യന്റ്, അമ്മയ്ക്ക് അങ്ങനെ ഒന്നും ചെയ്തു തരാനൊന്നും പറ്റില്ല. കുറെ കാലമായിട്ട് അമ്മയ്ക്ക് അങ്ങനെ കാര്യമായിട്ടൊന്നും ചെയ്തു തരാനൊന്നും പറ്റില്ല. പക്ഷെ അമ്മ മരിച്ച സമയത്ത് എന്നെ ഏറ്റവും കൂടുതൽ ഫീൽ ചെയ്തൊരു കാര്യം ഉണ്ടാവും, എനിക്കൊരു വല്ലാത്ത ശൂന്യത തോന്നിയൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത്, ഭാര്യക്ക് ജോലിക്ക് പോകും, വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ അമ്മ ഞാൻ പോയി വരാമെന്ന് പറഞ്ഞിട്ടാ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത്. അങ്ങനെ പറയാനുള്ള ആളില്ല. ഇതൊരു വല്ലാത്ത ശൂന്യത. കുറെ കാലം അതൊരു ട്രോമ പോലെയായിരുന്നു. അർദ്ധരാത്രിയിലൊക്കെ ഞാൻ എപ്പോഴെങ്കിലും കരഞ്ഞുകൊണ്ട് ഉണർന്നു പോകും, പിന്നെ ഉറങ്ങാൻ പറ്റാം. കുറേ സമയത്തേക്ക് ഭയങ്കര ട്രോമയാണ്. അമ്മമാരൊക്കെ ചെയ്തു തരുന്ന ചെറിയ ചെറിയ കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങൾ കൂട്ടിവെക്കുന്നതിന് പറയുന്ന ഒറ്റ വാക്കാണ് സ്നേഹം. അതില്ലാതാവുമ്പോൾ മാത്രം നമ്മൾ തിരിച്ചറിയുന്ന കുറെ കാര്യങ്ങൾ. അവരില്ലാണ്ടാവുമ്പോൾ മാത്രമേ അവരിത് ചെയ്തു തരുന്ന ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് എത്രത്തോളം മൂല്യമുണ്ടായിരുന്നു എന്ന് നമ്മൾ തിരിച്ചറിയും. ഇപ്പോഴും നമ്മൾ കുറെ ചുംബനങ്ങളൊക്കെ കൊടുക്കാതെ കരുതി വെക്കുന്നുണ്ട്. നമ്മുടെ അമ്മയ്ക്കും അച്ഛനും ഒക്കെ നമ്മൾ കൊടുക്കാതെ നമ്മൾ കരുതി വെക്കുന്ന ചില ചുംബനങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ എത്രയും പെട്ടെന്ന് കൊടുത്തു തീർക്കും. കൊടുക്കാൻ ആഗ്രഹിക്കുന്ന സമയത്ത് വാങ്ങാൻ അവരില്ലാതാവുന്ന ഒരു വല്ലാത്ത ശൂന്യത സഹിക്കാൻ പറ്റും. അച്ഛനൊരു വലിയ വലിയ റോള് ഇടയ്ക്കൊന്ന് ചേർത്ത് പിടിക്കണം. അങ്ങനെ ഒന്ന് ചേർത്ത് പിടിക്കണം. ഉമ്മ വെക്കണം. അതിനൊക്കെ വലിയ റോളുണ്ട്. ഹാപ്പി ഫാമിലി എന്ന് പറഞ്ഞാൽ ഇതൊന്നും ഒരു കാട്ടിക്കൂട്ടലൊന്നല്ല. അത് ആഗ്രഹിക്കുന്നു, പരസ്പരം ആഗ്രഹിക്കുന്നു, താങ്ങും തണലുമായിട്ട് നിൽക്കും. ഇപ്പം നമ്മുടെ കുടുംബത്തിലുള്ള ഒരു തെറ്റായ ധാരണ, 15 വയസ്സായി കഴിഞ്ഞാൽ ആൺകുട്ടികളെ ഉമ്മ വെക്കാൻ പറ്റും. എന്താ ഉമ്മ വെച്ചാൽ എന്റെ മകൾക്ക് 21-ാമത്തെ വയസ്സാണ്, ഞാൻ ഉമ്മ വെക്കാം. ഇന്നലെ ഞാൻ എന്റെ മോനെ ഉമ്മ വെച്ചു. ഇപ്പൊ ഉമ്മ വെക്കുമ്പോ താടിക്കുന്ന ചുണ്ടു, എന്നാലും ഞാൻ ഉമ്മ വെച്ചു. എന്റെ മോനെ അവൻ എന്നെ ഉമ്മ വെക്കും. പറഞ്ഞുകൊണ്ട് വരുന്നത് അങ്ങനെ ഒരു കൾച്ചർ നമുക്ക് നമ്മുടെ കുടുംബത്തിൽ കൊണ്ടുവരാൻ പറ്റും.
ഞാൻ പറഞ്ഞില്ല, അതാണ് പ്രകടിപ്പിക്കാനുള്ളതാ സ്നേഹം. ഒരു വിശുദ്ധന്റെ പോക്കറ്റിലെ വലിയ നാണ്യം പോലെ പുറത്തെടുത്ത് ഉപയോഗിക്കാതെ ഒളിപ്പിച്ച് വെക്കാനുള്ള നല്ല സ്നേഹം, അത് പ്രകടിപ്പിക്കാനുള്ളതാണ്. പ്രകടിപ്പിക്കാത്ത സ്നേഹം ആർക്കാ വേണ്ടത്? സ്നേഹം മനസ്സിലുണ്ടായിട്ടൊന്നും കാര്യമില്ല, മറ്റുള്ളവർക്ക് ഫീൽ ചെയ്യണം. ക്ലിയറാണോ? പണ്ട് കൂട്ടുകുടുംബത്തിലാവുമ്പോ അച്ഛൻ്റെ അടുത്ത് അമ്മയുടെ അടുത്ത് സ്നേഹം കിട്ടില്ല, സ്നേഹം പ്രകടിപ്പിക്കാൻ വേറെ ആളുകളുണ്ടായിരുന്നു. ഗ്രാൻഡ് പാരന്റ്സ് ഉണ്ടായിരുന്നു, വല്യച്ഛനുണ്ടായിരുന്നു, വല്യമ്മുണ്ടായിരുന്നു, ചേട്ടൻ, ചേച്ചി. ആരും ഇല്ല. 3 ആള് 4 ആളുള്ള ഒരു കുടുംബത്തില് ഒരാളൊന്നും ചെയ്യുന്നില്ലെങ്കിൽ പകരം കിട്ടാൻ വീട്ടിൽ ഇടമില്ലെങ്കിൽ ഇടം നോക്കി മക്കള് പോകും, മറ്റുള്ളവരും. അങ്ങനെ പോവാതിരിക്കണമെങ്കിൽ വീട്ടിൽ കൊടുത്തു. ഓപ്പോസിറ്റ് ക്ലിയറാണോ? എന്നോട് പറയൂ. എസ് എന്തായിരുന്നു? എസ് എന്തായിരുന്നു? ഓ എന്തായിരുന്നു? എഫ് എന്തായിരുന്നു? ഡി എന്തായിരുന്നു? And E for eye contact. E for eye contact. Eye contact എന്ന് പറഞ്ഞാൽ കണ്ണിൽ നോക്കി സംസാരിക്കുക. കുടുംബത്തിൽ കണ്ണിൽ നോക്കി സംസാരിക്കും. നമ്മളെപ്പോഴാ കണ്ണിൽ നോക്കി സംസാരിക്കും? ആ നോട്ടല്ല ഞാൻ പറഞ്ഞത്, ആ നോട്ടല്ല ഞാൻ ഉദ്ദേശിച്ചത്. കണ്ണിൽ നോക്കാതെ സംസാരിക്കുന്നതിനേക്കാൾ കണ്ണിൽ നോക്കി സംസാരിക്കാന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണെന്ന് അറിയോ? അത് എനിക്കറിയാലോ, അതുകൊണ്ടാണ് ഞാൻ അവിടെ തന്നെ ചോദിച്ചു. ഈ കണ്ണിൽ നോക്കി സംസാരിക്കുക എന്ന് പറഞ്ഞാൽ മറ്റൊന്നുമല്ല, നിങ്ങൾ അവരൊന്ന് അറ്റൻഡ് ചെയ്യാണ്. മക്കൾ നിങ്ങളുടെ എന്തെങ്കിലും വരുന്ന സമയത്ത് ഇപ്പം പണ്ടായിരുന്നു ഹസ്ബൻഡ് ജോലിക്ക് പോവാ, പൈസ വീട്ടിലിരിക്കുക, അതൊക്കെ പണ്ടായിരുന്നു. എല്ലാവരും ജോലിക്ക്, എല്ലാവർക്കും തന്നെ. മക്കൾ നിങ്ങളടുത്ത് സംസാരിക്കാൻ വരുന്ന സമയത്ത് നിങ്ങൾ ഇവിടെ ജോലിയൊക്കെ കഴിഞ്ഞ് വന്നിട്ടുള്ള തിരക്കില്ല, കറക്കി കട്ട് ചെയ്ത് കൊണ്ടിരിക്കുക. അപ്പോഴാണ് മക്കൾ സംസാരിക്കപ്പെടുന്നത്. അമ്മേ 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 ഉമ്മ. നമ്മളാണ് പറഞ്ഞത് ഞാൻ അമ്മയല്ല, ഞാൻ ഉമ്മയാണ്. അവർക്ക് ഇടയ്ക്കവർക്ക് വിളിക്കുന്നുണ്ട്. നമ്മൾ പഠിപ്പിച്ചു കൊടുക്കുന്നതിന്റെ അപ്പുറത്തേക്കൊന്നും നമ്മുടെ മക്കൾ പഠിക്കാറില്ല. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, മക്കളെ നമ്മൾ തീരുമാനിക്കാം ഞാനൊരു രാത്രി ഒരു 9 മണിക്ക് ശേഷം ഞാൻ ഫ്രീ ആവും, എന്നാൽ അപ്പം കുറച്ചു നേരം സംസാരിക്കാം. മക്കൾക്ക് മനസ്സിലല്ല, മക്കൾ ആഗ്രഹിക്കുന്ന സമയത്ത് സംസാരിക്കാം. അവരാഗ്രഹിക്കുന്ന സമയത്ത് നമ്മൾ അവൈലബിൾ ആവുക എന്നതോ, അവരാഗ്രഹിക്കുന്ന സമയത്ത് നമ്മൾ അവൈലബിൾ ആവുക. ഇപ്പൊ അവർക്ക് പിടിച്ചു നടക്കാൻ നമ്മുടെ കണ്ണിലുകൾ ആവശ്യമുള്ള ഒരു കാലമാണ്. നമ്മുടെ മക്കളൊക്കെ ഒരു സമയം വരെ നമ്മളോട് സംസാരിക്കും. നമ്മുടെ മക്കളൊക്കെ ഒരു സമയം വരെ നമ്മളോട് സംസാരിക്കൂ. പിന്നീട് ഒരു നാൾ എന്റെ മകൻ എന്റെ മകളോ എന്നോടൊന്ന് സംസാരിച്ചിരുന്നെങ്കിൽ എന്ന ആഗ്രഹത്തോടു കൂടി കാത്തിരിക്കേണ്ട ഒരു കാലം നിങ്ങൾക്ക് എനിക്കും വരാനുണ്ട്. അങ്ങനെ ഒരു കാലം വരാതിരിക്കണമെങ്കിൽ ഇന്ന് സംസാരിക്കും. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇപ്പൊ അവർക്ക് പിടിച്ചു നടക്കാൻ നമ്മുടെ വിരലുകൾ ആവശ്യമുണ്ട്. ഇപ്പൊ നമ്മൾ ആ വിരലുകൾ കൊടുക്കണം. അപ്പൊ ആ വിരലുകൾ